കുറേ വാക്കുണ്ട്. വെരി തമാം എന്ന് പറഞ്ഞാലും തമാം എപ്പോഴും ഇവർ പറയും, എല്ലാം പോസിറ്റീവ് മൈൻഡിലൂടെ സംസാരിക്കും അവർ. തമാം. മുംതാസ് എക്സലന്റ് എന്നർത്ഥമാണ് മുംതാസ് എന്ന് പറഞ്ഞ്. സൗണ്ട് ക്ലിയർ ആണ് എന്ന് പറയുന്നതിന് വാദിഹ് എന്ന് പറയുന്നൊരു വേർഡ് ഉപയോഗിക്കും. വാദിഹ്, സൗത്തൊക്കെ വാദിഹ്. നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ മാഷാ അല്ലാഹ് സൗത്ത് വാദിഹ്. സൗത്ത് ക്ലിയർ അല്ല, ക്ലിയർ ആകുന്നില്ല എന്ന് അറബിലോടൊക്കെ പറയണം. എന്താ പറയാ? സൗത്ത് മൂവാദിഹ് എന്ന് പറയാം. സൗത്ത് മൂവാദിഹ്, ക്ലിയർ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. മുംതാസ്, തമാം, ജസാക്കുമുല്ലാഹ് ഖൈർ. അപ്പൊ നമ്മൾ ആരംഭിച്ചാലോ? ക്ലാസ് തുടങ്ങല്ലേ ഇൻഷാ അല്ലാഹ്. ممكن استنى دقائق. احد موجود عندكم اول مره؟ ആരെങ്കിലും ഫസ്റ്റ് ടൈം ആയിട്ട് ക്ലാസ് കേൾക്കുന്നവരുണ്ടോ? اول مره. جزاكم الله خير. اول مره احد موجود معنا في عربي كوني اول مره؟ سينوج، سواد. اوكي تمام. ناس كثير. സാജൻ കെ തോമസ്. ഓക്കെ, ഈ ഭാഷ ഞങ്ങൾക്ക് വഴങ്ങുമോ, ഞങ്ങൾക്കിത് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയാകും പലരുടെയും മനസ്സിലുണ്ടാകും. ഖലാസ്. പ്രജീഷ്, ഹഫീഫ, കെല്ലിക്കും ജിസ്മി. ഓക്കെ മതി. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചൊന്ന് ക്ലാസ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശുക്രൻ, ശുക്രൻ. അറബികൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഫസ്റ്റ് ടൈം ആണ് അല്ലെ? ഔവൽ മറ. ഫസ്റ്റ് ടൈമിന്റെ അറബിയിൽ എന്താ പറയാ? ഔവൽ മറ. ഔവൽ മറ എന്ന് പറഞ്ഞു നോക്കിയ ആന ഔവൽ മറ. ഫസ്റ്റ് ടൈം. ഔവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്. ഔവൽ മറ, ഔവൽ വക്ത് എന്ന് പറയൂല, ഔവൽ മറ എന്നാണ് പറയുക. ഔവൽ മറ. ഓക്കെ. അപ്പൊ രണ്ടാമത് എപ്പോഴും അറബികൾ പറയുന്ന ഒരു വാക്കാണ് തനിമറ മാഫീൻ. നിങ്ങൾ കേട്ടത്? തനിമറ മാഫീൻ. അങ്ങനെ അറബി പറയാ തനിമറ. രണ്ടാമതൊന്നും ചെയ്യരുത് അറിയാം. എന്തിനും നമുക്കൊരു പണിഷ്മെന്റ് തരുമ്പോ അവർ പറയും തനിമറ മാഫീൻ. അപ്പൊ ഔവൽ മറ, തനിമറ. താനിമറ അവിടെ എഴുതുന്നുണ്ട്. ചിലതൊക്കെ എഴുതി ഇങ്ങനെ പോവാം. നമുക്ക് ഒരു ചർച്ചാ ക്ലാസ് ആണ്, അത്യാവശ്യമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട്. അപ്പൊ ഔവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആണ്. താനി തന്നെ. ഔവൽ മറ ആദ്യ തവണ എന്ന് പറയാം. രണ്ടാമത്തത് താനി, സാനി എന്നാണ് പറയുമ്പോ താനി എന്ന് കേൾക്കണം. താനി മറ, രണ്ടാം തവണ. ഓക്കെ, മാരിഷ് കാണുന്നുണ്ടോ? ഇത് ഞാൻ വലുതാക്കട്ടെ. ഓക്കെ, ആർക്കും എന്തോ എഴുതുന്നുണ്ട്. നിങ്ങൾ എഴുതില്ല കേട്ടോ, നമുക്ക് പറയാം. അപ്പൊ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായും നിത്യജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ സുപ്രധാനമായ ചില ശൈലികൾ എന്ന് പഠിക്കാം. ഫസ്റ്റ് ടൈം ആയിട്ട് ജീവിതത്തിൽ ആദ്യം അറബി ക്ലാസ് കേൾക്കുന്നവർക്ക്, അവരായിട്ട് ബന്ധമുള്ളവർക്കാണ് ഒന്നുകൂടി കത്തുള്ളൂ. ഞാൻ പരമാവധി യൂസ് ചെയ്ത് പറയാൻ നോക്കാം. ചില ഉപയോഗങ്ങളെയാണല്ലോ നമ്മളിന്ന് പഠിക്കുന്നത്. ചില ഉപയോഗത്തിന് അറബിയിൽ ഇസ്തിമാൽ എന്ന് പറയും. ബഅദുൽ ഇസ്തിലാഹാത്ത്, ചില ഉപയോഗങ്ങളെ, ചില ശൈലികൾ നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. അതാണ്. ഓക്കെ, ആദ്യമായി റെസ്പോൺസിബിൾ. അതാണ് നമ്മൾ പറയാം. എനിക്കൊരു ഉത്തരവാദിത്വവും ഇല്ല. നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? ഇതിന് ആരാണ് ഉത്തരവാദി? നിങ്ങളൊരു ഷോപ്പിൽ വന്നിട്ട് ആദ്യമായി ചോദിക്കാൻ, ഇവിടെ ആരാ ഇൻചാർജ് ചോദിക്കൽ എങ്ങനെയാണ്? കടന്റെ ഇൻചാർജ് ആരാണ്? ഇങ്ങനെ പറയാൻ. ഇൻചാർജിന് അറബിയിൽ മസ്ഊൽ എന്നാണ് പറയാം. എന്താണ് പറയാ? മസ്ഊൽ. സഅല എന്നാൽ ചോദ്യം എന്നാണ്. അതിൽ നിന്നാണ് മസ്ഊൽ എന്നുണ്ടായത്. അന മസ്ഊൽ, അൻത മസ്ഊൽ. നമ്മളൊരു വണ്ടിയിൽ പോയി, ആ വണ്ടിയിൽ ഓൻ ഭയങ്കര സ്പീഡിലൊക്കെ പോണ്. അൻത മസ്ഊൽ. അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞോ കേട്ടില്ല. അൻത മസ്ഊൽ, നീയാണ്. നിങ്ങൾ എപ്പോഴും കേട്ടാണല്ലേ? ഒന്ന് ആൾക്കാർ എപ്പോഴും പറഞ്ഞ വാക്കാണ് അന മാഫി മസ്ഊൽ. എന്തേലും സംഭവിച്ചാൽ അന മാഫി മസ്ഊൽ. അതിൽ നിന്ന് നമുക്കൊരു 10ഓളം വ്യത്യസ്തമായ സെന്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അന മാഫി മസ്ഊൽ, എനിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല, ഞാൻ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കൂല എന്നാണ് മസ്ഊൽ എന്ന് പറയാം. ഓക്കെ, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓരോന്നോരോന്ന് ഇങ്ങനെ പോകാം. ജസാക്കുമുല്ലാഹ് ഖൈർ. ഷൈഫീൻ കാണുന്നുണ്ടോ? ഓക്കെ തമാം. അപ്പൊ എന്താ പറയാ? ഉത്തരവാദി. അന മസ്ഊൽ അൻ ഹാദ. ഇപ്പൊ ഒരു സാധനം കൊണ്ടുവന്നു, ഞാൻ പറയാണ് ഞാനാണ് അതിന്റെ ഉത്തരവാദി. അന മസ്ഊൽ അൻ ഹാദ. അൻ എന്ന എബൌട്ട്, എബൌട്ട് നിന്നെ കുറിച്ച്, അൻക് അതിനെ കുറിച്ച്, അൻഹു അന മസ്ഊൽ അൻഹു, അല്ലെങ്കിൽ അവനെ കുറിച്ച്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അന മസ്ഊൽ. എന്താ പറയാ? അന മസ്ഊൽ.
അന മസ്ഊൽ അൻഹു, ഞാൻ അതിനെക്കുറിച്ച് ഞാനാണ് അതിന്റെ ഉത്തരവാദിത്തം എന്ന്. മസ്ഊൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ മസ്ഊൽ. അപ്പൊ സഅല എന്നാൽ ചോദിച്ചു എന്നാണ്. ചോദ്യത്തിന് ക്വസ്റ്റ്യന് സുആൽ എന്ന് പറയും. ഞാൻ എഴുതാതെ. അപ്പൊ എന്താണ് ചോദ്യവും ഉത്തരം. അറബിയിൽ എന്താണ് പറയാ? സുആൽ വജവാബ്. സുആൽ. ഇപ്പൊ എനിക്കൊരു ചെറിയ ചോദ്യം, അൻദി സുആൽ എന്ന് പറയാം. സുആൽ, ഒരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറയാൻ. എനിക്ക് ചെറിയ കാര്യം ചോദിക്കാനുണ്ട്, എങ്ങനെ പറയാം? സുആൽ എന്ന് പറയാം. പോട്ടെ, ഞാൻ പോകട്ടെ. വായിക്കാൻ സുആൽ എന്ന് പറയാം. സുആൽ. ഓക്കെ, മറുപടിക്ക് എന്താ പറയാ? ജവാബ്. സോറി, ജവാബ്. അപ്പൊ മസ്ഊലിയ എന്നാൽ ഉത്തരവാദിത്തം എന്നാണ്. ഉത്തരവാദിത്തം. മസ്ഊലിയ കബീറ, വലിയ ഉത്തരവാദിത്തമാണ്. അനമാഫി മസ്ഊൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കാം. അപ്പൊ നിങ്ങൾ എപ്പോഴും പറയേണ്ട അറബികളോട് ചിലപ്പോൾ അൻത മസ്ഊൽ എന്ന് പറയാണ്. ആന മസ്ഊൽ, അൻത മസ്ഊൽ. അപ്പൊ നിങ്ങൾ സാധനം വന്ന് ആ സാധനത്തിന്റെ പിന്നെ പർച്ചേസ് ചെയ്ത് അത് കേടാവുമല്ലേ? അൻത മസ്ഊൽ, ഖലാസ്, ആന മസ്ഊൽ. അന മസ്ഊൽ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? മുന്നോട്ട് പോകാം. അപ്പൊ മസ്ഊൽ എന്നാൽ ഉത്തരവാദിത്തം എന്നാണ്, റെസ്പോൺസിബിലിറ്റി എന്നാണ്. ഓക്കെ, നമ്മൾ സംസാരിക്കുമ്പോൾ പറയും ഇതൊരു വലിയ ഉത്തരവാദിത്തം തന്നെയാണ്, വലിയ ഉത്തരവാദിത്തമാണ്. എങ്ങനെ പറയാ? ഹാദ മസ്ഊലിയ കബീറ. മസ്ഊലിയ ആണ് ഉത്തരവാദിത്തം എന്നാണ്. മസ്ഊലിയ. മിൻ മസ്ഊൽ ഹാദ, ആരാണ് ഇതിന്റെ ഉത്തരവാദി? മീൻ മസ്ഊൽ ഹാദ, ആരാണ് ഉത്തരവാദി? മീൻ മസ്ഊൽ, ആരാണ് ഉത്തരവാദി? മസ്ഊലിയ. ഇപ്പൊ നമ്മള് ഇന്ന് മുഖദ്ദറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡ്രഗ്സിന്റെ ഉപയോഗങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ സമൂഹത്തിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം കമ്മ്യൂണിറ്റിക്കാണ് എന്ന് പറയാറുണ്ട്. അതെങ്ങനെ പറയാ? അൽ ഹർബുൽ ഇജ്തിമാഇ അലൽ മുഖദ്ദറാത്ത് മസ്ഊലിയ അൽ മുജ്തമഅ. മസ്ഊലിയ അൽ മുസ്തമ. മസ്ഊലിയ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമാണ്. അലൽ മുസ്തമ എന്ന് പറയാം. അതായത് കമ്മ്യൂണിറ്റി, ഒരു സംഘം, സമൂഹം, ജനങ്ങൾ, അതിനാണ് മുജ്തമ എന്ന് പറയാം. ഓക്കെ, അൽ ഹർബുൽ ഇജ്തിമാഇ, സംഘം, അതായത് കൂട്ടായ, അതായത് നമ്മൾ പറയാം മയക്കുമരുന്നിനെതിരെയുള്ള കൂട്ടായ സമരം. ഹർബ് എന്ന യുദ്ധം എന്നും സമരം എന്നാണ്. അപ്പൊ ഇത്തരം കുറെ വാക്കുകൾ നമ്മൾ പഠിച്ചു വെച്ചാൽ ഇപ്പോൾ ഡ്രഗ്സിന്റെ ഉപയോഗവും അതിൻ്റെയൊക്കെ വ്യാപനങ്ങളും പ്രയാസവും ഒക്കെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആ വാക്കുകൾ കത്തിക്കാം. എങ്ങനെ കത്തിക്കാം? അൽ ഹർബ് മസ്ഊലിയ അലൈന, അൽ ഹർബുൽ ഇജ്തിമാഇ അലൽ മുഖദ്ദറാത്ത് മസ്ഊലിയ അലൈന. നമ്മളെല്ലാവരും സംഘമായി ചേർന്ന് അതിനെതിരെ ഫൈറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാനൊരു കടയിൽ നിന്ന് സാധനം വാങ്ങി. എനിക്കൊരു സംശയമുണ്ട്, ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന്. അതല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്, നിങ്ങൾ പറയണം, അയാൾക്കൊരു കൺഫ്യൂഷൻ, ഏതാ എടുക്കണം? അപ്പൊ നിങ്ങൾ പറഞ്ഞു ഹാദ ഗലം ഖുദ് ഹാദ അല മസൂലിയത്തി, അല മസൂലിയത്തി, എന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിങ്ങൾ ഇത് കൊണ്ടുപോയിക്കോളി. അങ്ങനെ പറയുമ്പോഴേ അവർ വാങ്ങുള്ളൂ. ആ കൺഫ്യൂഷൻ അവർ കൺഫ്യൂസ് ആയി കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്കൊന്ന് ഓവർകം ചെയ്ത് നിങ്ങളാണ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എന്ന് പറയുമ്പോൾ എന്താകും? ഖുദ് ഹാദ അല മസൂലിയത്തി. ഇങ്ങനെ പറയണം, ഖുദ് ഹാദ അല മസൂലിയത്തി, എന്റെ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ ഇത് എടുത്തോളൂ എന്ന് പറയാം. ഖുദ് ഹാദ അല മസൂലിയത്തി. ഓക്കെ, അല മസൂലിയത്തി, എന്റെ ഉത്തരവാദിത്തത്തിൽ. അപ്പൊ മസ്ഊലിയ, ഉത്തരവാദിത്തം. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലായി. അപ്പൊ മസ്ഊലിന്റെ കുറെ വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടോ. ഓക്കെ, ഞാനൊന്ന് ആരോടെങ്കിലും പറയാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ? എന്താ പറഞ്ഞപ്പോ, ഒന്ന്, ഞാൻ ഒരു കടയിൽ ചെന്നപ്പോ ഒരു കടയില് ചെന്ന സമയത്ത് ആരാണ് ഇവിടുത്തെ മസ്ഊല് ചോദിക്കണം. ആരൊക്കെ പറയാൻ കിട്ടാം? ആരാണ് ഇവിടുത്തെ ഇൻചാർജ്? അറബിയിൽ ഇൻചാർജ് എന്ന് ഇംഗ്ലീഷ് പറയും, അതിന് മസ്ഊല് എന്നാ പറയാ. ആരാ ഇവിടുത്തെ ഇൻചാർജ്? ഒരു കടയിൽ ചോദിക്കണം, അവരുടെ ഇൻചാർജ് ആരാണ്? മീൻ മസ്ഊൽ ഹിന, മീൻ മസ്ഊൽ ഹിന, അന മസ്ഊൽ എന്നൊക്കെ പറയാം. ഓക്കെ, ഇൻചാർജിനും മസ്ഊൽ എന്നിവർ പറയും. ഓക്കെ, പിന്നെ ഉത്തരവാദിത്വം, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, നമുക്ക് അടുത്തേക്ക് കിടക്കാം. ഇതിപ്പോ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ സാധനം കൊണ്ടുപോയിക്കോളി, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഇത് സൂപ്പറാണ് എന്നൊക്കെ പറയണമെങ്കിൽ അല മസൂലിയത്തി, അല മസൂലിയത്തി ബാബ, അല മസൂലിയത്തി. ഇങ്ങനെ കണ്ടല്ലോ, തലയൊക്കെ കാണിച്ചിട്ട്. ഈ ബോഡി ലാംഗ്വേജിന് ഭയങ്കര പ്രാധാന്യമുണ്ട്.
അല മസൂലിയത്തി ബാബ, അല മസൂലിയത്തി, ഞാൻ അങ്ങയുടെ വാക്കുകൾ ശിരസ വഹിക്കുന്നു, അതുകൊണ്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിങ്ങൾ സാധനം കൊണ്ടുപോയിക്കൂടി എന്നൊക്കെ പറയുമല്ലോ. അതാണ് അല മസ്ഊലിയത്തി, അല മസ്ഊലിയത്തി എന്ന് പറയാം. ഓക്കെ, ഹുദ്ഹാദ അല മസ്ഊലിയത്തി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ വാക്കുകൾ പഠിച്ചു. അടുത്ത നമുക്ക് പറയാനുള്ളത്, പിന്നെ നമ്മളൊരു കാര്യം പറയുമ്പോൾ, കാണുന്നുണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? സൗണ്ട് എങ്ങനെയുണ്ട്? സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചിട്ടോ, മസ്ഊലിയ, മസ്ഊൽ എന്നും. അതിൽ സുആൽ എന്നതിൽ നിന്ന് വന്നൊരു പദമാണ്. സുആൽ എന്നാൽ ചോദ്യം എന്നാണ്, ജവാബ് എന്നാൽ ഉത്തരം എന്നാണ്. എനിക്കൊരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട് എന്നെങ്ങനെ പറയാ, നിങ്ങൾക്ക് അറിയാമോ? എനിക്കൊരു ചെറിയ ചോദ്യമുണ്ട്. ഇൻദി സുആൽ ബസീത്ത്, ഇൻദി സുആൽ ബസീത്ത്. ബസീത്ത് എന്ന് പറഞ്ഞാൽ സില്ലി, സിമ്പിൾ, ചെറിയ എന്ന അർത്ഥത്തിനാണ് ബസീത്ത് എന്ന് പറയും. അപ്പൊ എനിക്ക് ചെറിയൊരു ചോദ്യമുണ്ട്, ഇൻദി സുആൽ ബസീത്ത് എന്ന് പറയും. അതിൽ നിന്നാണ് നമ്മളെ വാക്ക്. ഓക്കെ, ഇനി അടുത്തത്, നമ്മളിപ്പം എല്ലാ അറബി സാഹിത്യ ഗ്രന്ഥത്തിലും ഇവൻ ഖുർആനിൽ ഉൾപ്പെടെ ഒരു അല്ലദീന, അല്ലത്തി, അല്ലതി എന്നൊക്കെ ഉണ്ട്, എല്ലായിടത്തും കാണാം. ഉള്ളത് അതിന് അറബിയിൽ അല്ലി എന്നേ പറയും, സംസാര ഭാഷ. അപ്പൊ ഞാൻ നടന്നു പോവാണ്, അല്ല ഞാനൊരു വണ്ടിയിൽ പോവാണ്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വണ്ടിയിൽ എൻ്റെ മൊബൈൽ മറന്നിച്ചു. ഞാൻ പുറത്തിറങ്ങി മൊബൈൽ കാണാനില്ല. ഇവിടെ ഉണ്ടായിരുന്ന മൊബൈൽ എവിടെ ചോദിക്കണം. അപ്പോൾ ഇവിടെ ഉള്ളത് എന്നാണ് ആദ്യം. നമ്മൾ കാന ചേർക്കുന്നതിന് മുമ്പ് ഒന്നാമത്തെ ഫസ്റ്റ് ഇതാണ് ഉള്ളത്. ഇവിടെ ഉള്ളത് അല്ലി മൗജൂദ് എന്നാ പറയാം. നിന്റെ അടുത്തുള്ള പൈസ കണ്ട് കൊണ്ടാ. ജീബ് ഫുലൂസ് അല്ലി മൗജൂദ്. അല്ലി എന്തിനാ പറയാറുള്ളത്? ഒരു അല്ലദീനയുടെ ചുരുക്കമാണ്. ജീബ് ഫുലൂസ് അല്ലി മൗജൂദ്, ഉള്ള പൈസ എന്ന് പറയാം, അല്ലി മൗജൂദ്. ഓക്കെ, അല്ലി മൗജൂദ് എന്താണ് പറയാ? അല്ലി മൗജൂദ്, തമാം, അല്ലി മൗജൂദ്. ജി ഫുലൂസ് അല്ലി, അല്ലി ഇൻദക്, നിന്റെ അടുത്തുള്ള പൈസ, അതിനാണ് അല്ലി എന്ന് പറയുന്നത്. ഓക്കെ, ഷീൽ മിന സയ്യാറ അല്ലി മൗജൂദ്, ഉള്ളത് കണ്ടത് വണ്ടിയിൽ എടുക്ക്. ഷീൽ ഫുലൂസ് അല്ലി മൗജൂദ് എന്ന് പറയാം. ഓക്കെ, എന്താണ് പറയാ? അല്ലി മൗജൂദ്, ഉള്ളത് എന്ന അർത്ഥത്തിനാണ് അല്ലി മൗജൂദ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അടുത്തത്. അപ്പൊ ഒരു അല്ലി കിട്ടിയാലോ നിങ്ങൾക്ക്? അല്ലി ഇൻദക്, ജീബ് അല്ലി ഇൻദക്, ജീബ് ഫുലൂസ് അല്ലി ഇൻദക്, നിന്റെ അടുത്തുള്ളത് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അല്ലി മൗജൂദ്. ഓക്കെ, ഓക്കെ, ജീബ് ഷീൽ മിന സയ്യാറ അല്ലി മൗജൂദ്, അല്ലി മൗജൂദ്. ഓക്കെ, അല്ലി മൗജൂദ്. അങ്ങനെ എപ്പോഴും ഒരു അല്ലി മൗജൂദ് പറയും, അല്ലി ഹാദ എന്ന് പറയും. മനസ്സിലായോ? രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവാം നമുക്ക്. ഒന്ന് പറയാം, അത് ഈ അല്ലി പറയുമ്പോൾ കുറേ രസകരമായ ശൈലിയുണ്ട്. പോയ കാര്യത്തിലൊന്നും ടെൻഷൻ എടുക്കണ്ട, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. എങ്ങനെ പറയാ? ലജ്ഫക്കിറൻ ഉമൂർ അല്ലിറാഹ്, അല്ലിറാഹ് പോയത്. അല്ലിറാഹ് എന്ന് പറഞ്ഞാൽ പോയിട്ടുള്ളത് എന്ന മലയാളത്തിലെ സംഭവം. അപ്പോ ലജ്ഫക്കിറൻ ഉമൂർ അല്ലിറാഹ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ അതിന്റെ സാധാരണ ഒരു ഇതാണ്, കിട്ടിയത് കിട്ടി, പോയത് പോയി എന്നൊക്കെ പറയല്ലോ. കിട്ടിയ വസ്തുക്കൾ കിട്ടി, പോയത് പോയി എന്നൊക്കെ പറയല്ലോ. അതിനിങ്ങനെ അറബി പറയാ അല്ലി ഹസ്സൻ ഹസ്സൻ, അല്ലി ഹസ്സൽ ഹസ്സൻ. അതൊരു ശൈലിയാണ്. ആ ശൈലി നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് പല സ്ഥലത്ത് ഉപയോഗിക്കാം. അല്ലി ഹസ്സൽ ഖലാസ്, അല്ലി മഹസ്സൽ കിട്ടിയത്, അല്ലി മഹസ്സൽ കിട്ടാത്തത്. ഇതാണ് അല്ലി ഹസ്സൽ ഹസ്സൻ. അല്ലി സ്ഥലം ഇങ്ങനെ പറയാം, അല്ലി, അല്ലി ഒരു അല്ലിയാണ്. അപ്പൊ ഒരാളിങ്ങനെ ടെൻഷൻ അടിക്കുക, പോയത് പോട്ടെ, അല്ലി റാഹ് റാഹ്, അല്ലി സാർ സാർ. കേട്ടിട്ടുണ്ടാവും ഉപയോഗം? ആരെങ്കിലും പഴയ ആൾക്കാർ ഇതിലൊന്ന് കമന്റ് ചെയ്യണം. അല്ലി സാർ സാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാർ എന്ന് പറഞ്ഞാൽ സംഭവിച്ചു, സംഭവിച്ചത്. ഈ സാറ എന്ന് പറഞ്ഞ ഉപയോഗം കാന സാറ അസ്ബഹംസ എന്ന് പറയാറുണ്ട്. ഇപ്പൊ നിങ്ങള് ഒരു വാഹനം ഒരു അപകടപ്പെട്ടു, ലാസമഹല്ല, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എന്ത് പറ്റി, വാട്ട് ഹാപ്പൻ എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കാം. ആർക്കാ പറയാൻ കിട്ടാ? എന്താ പറ്റിയത്? ഉഷ്മിഷ്കിലാന്ന് ചോദിക്കുക. നമ്മള് ഉഷ്മിഷ്കിലാന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് പ്രോബ്ലം എന്നുള്ളൂ. എന്ത് പറ്റി? ആർക്കാ പറയാൻ കിട്ടാ? എന്താ പറ്റിയത്? ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അല്ല എന്ത് പറ്റി,
ഇന്നെന്ത് പറ്റി, വണ്ടിക്ക് എന്ത് പറ്റി, അവനെന്ത് പറ്റി? ഒരുത്തർ എഴുതുന്നത് പറയാമോ? മാതാ സാറ് പറയല്ല, ഷുസാർ എന്ന് പറയാം. ഒരു സൗണ്ട് കേട്ടു, അത് നിങ്ങൾക്ക് ചോദിക്കാം എന്ത് പറ്റി? ഷുസാർ, ഊഷുസാർ, ഷു അല്ലെങ്കിൽ ഷനു, ഇതൊക്കെയാണ് വാട്ടിന്റെ വ്യത്യസ്തമായ രീതിയാണല്ലോ. ഷുസാർ, ഇപ്പോ ഈ നമ്മള് വാട്ട് എന്ന് എന്താണ് എന്നതിന് അറബിയിൽ ഏഷ് എന്നും പറയും, ഷു എന്നും പറയും, ഷിനു എന്നും പറയും, ഊഷ് എന്നും പറയും. മനസ്സിലായ? ഉദാഹരണം പറയണം, ഇതെന്താണ്? ഇപ്പൊ ഒരു പേനയാണിത്, ഇതെന്താണ്? ഏഷാദ. ഇതെന്താണ്? ഊഷാദ. ഇതെന്താണ്? ഷിനുഹാദ. എങ്ങനെ കൊല്ലത്തും. ഇപ്പൊ ഒരാൾ ചോദിച്ചു എന്തെങ്ങനെ അറബികളൊരു അന്തല്ലാതെ പലതും പറയണത്? ഞാൻ പറയാറില്ല, തൃശ്ശൂർക്കാരുണ്ടോന്നാ. തൃശ്ശൂർക്കാരുണ്ട് ഇതിൽ, അതുണ്ട് എന്ന് പറയാം. എന്നാ തൃശ്ശൂരിൽ എന്താന്ന് അവർ എന്തുട്ടാന്ന് ചോദിക്കാം. ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് എന്തെത്താന്ന് ചോദിക്കും. കണ്ണൂരും കൊല്ലത്തും എന്തെല്ലാന്ന് ചോദിക്കും, എന്തേനും ചോദിക്കും. ഇനി നമ്മള് വിനോദ് കോവൂരിനാട്ട് പോയാൽ എന്തേറ്റും വർത്താനം പറയുന്നേന്ന് ചോദിക്കും. ഇതേപോലെ പല രാജ്യക്കാരും പറയുന്നത് പോലെ ഇവർ പറയുന്നു മാത്രം, അത്രേ ഉള്ളൂ. ചെറിയൊരു മലയാള ഭാഷക്ക് ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അറബിക്ക് എത്ര 46 കോടി ജനങ്ങളുടെ സംസാരത്തെ നമുക്കൊന്ന് അനലൈസ് ചെയ്യണ്ടേ? അതിലേറ്റവും കോമൺ ആയതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഏഷ്? എന്താ പറ്റിയത്? ആർക്ക് പറയട്ടെ, എന്ത് പറ്റി? എന്ത് പറ്റി? ആരോടും എപ്പോഴും ചോദിക്കണം, എന്ത് പറ്റി സാറേ, സാർ എന്ത് പറ്റി, അല്ല ഇന്ന് എന്ത് പറ്റി? എങ്ങനെ പറയും? ഷു സാറ് അമ്മി, ഊഷു സാറ് ഷേ. എപ്പോഴും ഒരു അറബിനോട് വിളിക്കുമ്പോൾ അയാളുടെ പേര് വിളിച്ചുകൊണ്ട് ചോദിക്കണം എന്തും. നിങ്ങളൊരു അപകടം പറ്റി വണ്ടിയിലെ ആളുകളൊക്കെ ആക്സിഡന്റ് കാണാൻ വേണ്ടി കൂടി, നമ്മൾ മലയാളികൾക്ക് നോക്കി നിൽക്കാന്നല്ലാതെ ഒന്നും പറയില്ല. എന്താ പറയുക? സലാമത്ത്, സലാമത്ത് യബാവ, ഷുസാർ യാമി, ഷുസാർ സലാമത്ത്. ആദ്യത് പറയണം സലാമത്ത്. സലാമത്ത് എന്നത് മലയാളത്തിന്റെ അർത്ഥം തന്നെയല്ല. താങ്കൾക്ക് സമാധാനം നേരുന്നു എന്നാ അതിന്റെ ഭാഷാർത്ഥം. സലാമത്ത്, ഷുസാർ യാമി, എന്ത് സംഭവിച്ചു? ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഷുസാർ യാഫ്റ്റി, എന്ത് സംഭവിച്ചു സിസ്റ്റർ? ഇങ്ങനെ പേര് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ഊഷ് സർവസാർ എന്നാ സംഭവിച്ചു. അപ്പൊ അതാണ് സംഭവിച്ചത് സംഭവിച്ചു, പോയത് പോയി, കിട്ടിയത് കിട്ടി എന്നൊക്കെ പറയുന്ന ഒരു രീതി എങ്ങനെയാണ്? സാർ മസാർ, സാർ മസാർ എന്ന് പറയാം. മസാർ, സാർ സംഭവിച്ചു, അല്ലി സാർ എന്നാണ്. സാർ അല്ലി സാർ, അവിടെ അല്ലി അവനോട് ഉപയോഗിക്കാൻ, അല്ലി അല്ലിയാനോട് കൊടുത്തു. അല്ലി എന്ന് പറഞ്ഞ ആയത്, ഉള്ളത്. ക്ലിയർ ആയോ? അപ്പൊ അത് നമ്മൾ ആ രീതിയിൽ പറഞ്ഞു പഠിക്കണേ. ഓക്കെ, സാധാരണക്കാരായ ആളുകൾക്ക് അനിവാര്യമായ രീതിയാണ്. അല്ലി റാഹ് റാഹ് മാഫി മുഷ്കില, അല്ലി റാഹ് റാഹ്, പോയത് പോയി എന്ന് മനസ്സിലടിക്കണ്ട. കിട്ടിയത് കിട്ടി, പോയത് അല്ലി സാർ സാർ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു അത്. ഇനി അപ്പൊ നമ്മളൊരു അല്ലി എന്ന് പറഞ്ഞാല് എന്താണ്? ആയിരുന്നത്, ആയത് അല്ലി. അടുത്തത് ഇപ്പൊ അല്ലിയുടെ മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തത് ഉള്ളത് എന്നർത്ഥം, അതായത് ഉള്ള പൈസ. ഫുലൂസില്ലി മൗജൂദ്, പോയത് ഫുലൂസില്ലറ. ഇങ്ങനെ. ഇനി നമ്മൾ കാര്യം ഉണ്ടായിരുന്നത് എന്നാണെങ്കിൽ, ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോ അല്ലിക്കാൻ എന്ന് പറയും. അല്ലിക്കാൻ. എങ്ങനെ അല്ലിക്കാനുള്ള ഉപയോഗം എന്ന് പറയാം നമുക്ക്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം, ഞാൻ എൻ്റെ മൊബൈല് മേശപ്പുറത്ത് വെച്ച് ഷോപ്പിങ്ങിന് പോയതാണ്. ഞാൻ അവിടെ വെച്ച് പുറത്തു പോയി. ഞാൻ ചോദിക്കുകയാണ്, സാർ ഇവിടെ ഉണ്ടായിരുന്ന മൊബൈൽ എവിടെ? ഇവിടെ ഉണ്ടായിരുന്ന മൊബൈൽ എവിടെ? അതെങ്ങനെ ചോദിക്കാം? അവർ കടയിൽ ചെന്നപ്പം ഇവിടെ ഉണ്ടായിരുന്ന ആളെവിടെ? ഇവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടി എവിടെ? ഉണ്ടായിരുന്നത്, ഉണ്ടായത് എന്നത് അല്ലി മാത്രം മതി, അല്ലെങ്കിൽ അല്ലി മൗജൂദ് മതി. അതിലേക്ക് ഉണ്ടായിരുന്നത് എന്ന് പറയാൻ ഒരു അല്ലിക്കാൻ ചേർക്കണം. കാൻ ഏതൊരു സെന്റൻസിന്റെ ആദ്യത്തിലും കാന എന്നാണത്. അത് കാൻ എന്ന് നമ്മൾ പറയുള്ളൂ. കാന വന്നാൽ എന്താകും? അത് അപ്പാടെ പാസ്റ്റ് ആകും. ഉദാഹരണം, എനിക്കൊരു വണ്ടി ഉണ്ട്. എങ്ങനെ പറയാം? ആർക്കാ പറയാൻ കിട്ടാം? എനിക്കൊരു വണ്ടി ഉണ്ട്, എങ്ങനെ പറയാം?
എനിക്കൊരു കാമരി വണ്ടി ഉണ്ട്. സൗദിയിൽ എനിക്കൊരു കാമരി വണ്ടി, ദുബായിൽ എനിക്കൊരു കാമരി ഒക്കെ എടുത്തു പോയില്ലേ, ചെറുപ്പക്കാർക്കൊന്നും അറിയില്ല. എനിക്കൊരു ലെക്സസ് വണ്ടി ഉണ്ട്. എങ്ങനെ പറയാ, എനിക്കൊരു വോൾവോ വണ്ടി ഉണ്ട്. എൻദി സയ്യാറ കാമരി, അതാണ് ആ കാര്യം. എൻദി സയ്യാറ കാമരി ഫി ദുബായ്. ക്ലിയർ ആയോ? എനിക്ക് നാട്ടിൽ ഒരു കൊറോള ഉണ്ട്. എൻദി സയ്യാറ കുറൂല ഫിൽ ഹിന്ദ്. ചെറിയ മാറ്ററാണ് കേട്ടോ അത്. എന്നാൽ എൻദി സയ്യാറ കാമരി ഫിൽ ഹിന്ദ്. ഓക്കെ, ഇനി എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എൻദി എന്നതിന്റെ മുമ്പ് കാന ചേർത്താൽ മതി. കാൻ എൻദി സയ്യാറ കാമരി, എനിക്കൊരു കാമരി വണ്ടി ഉണ്ടായിരുന്നു. ഓക്കെയാണോ? ഏതൊരു ആശയത്തിന്റെ ആദ്യവും കാന വന്നാല് ആയിരുന്നു എന്നായി. ഓക്കെ, മാനേജർ ഓഫീസിൽ ഉണ്ട്. ആരാ പറയാൻ? പുതിയ ആൾക്കാർ പറയണം. മാനേജർ ഓഫീസിൽ ഉണ്ട്. ഓക്കെ, പുതിയ ആൾക്കാർ പറഞ്ഞാൽ മതി. ما شاء الله عمنا نزار، كيف حالك يا حبيبي؟ تواصل معك بعدين. اهلا وسهلا بك يا حبيبي. ناس كثير موجود معنا من قدمان. اوكي പഴയ ആൾക്കാർ കുറെ ഉണ്ട്. افتح لك بعد شويه. الله يرضى عليك. എനിക്കൊരു വണ്ടി ഉണ്ട്. പുതിയ ആൾക്കാർ പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞു നോക്കണേ. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. മാനേജ് ചെയ്താൽ പറയാം. പുതിയ ആൾക്കാർ, നമ്മൾ ആദ്യമായിട്ട് ക്ലാസ്സിന് പങ്കെടുക്കുന്നവർ പറയാം. എനിക്കൊരു വണ്ടി എൻദീസയാണ്. ഓക്കെ, ടെക്സ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു. കാൻ എൻദീസയാറ, ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഇതിലേക്ക് കടക്കുക. ഏതൊരു സംഗതിയും എനിക്ക് അപ്പോ പിന്നെ ഞങ്ങൾക്ക് ലീവുണ്ട്. എന്തനാ ഇജാസ, ഞങ്ങൾക്ക് ലീവ് ഉണ്ടായിരുന്നു. കാൻ എന്തനാ ഇജാസ. ആ ഒരു വ്യത്യാസത്തിൽ കിടക്കണം നിങ്ങൾക്ക്. ഇത് നമുക്ക് കാനയുടെ പ്രയോഗം വന്നാൽ നമുക്ക് പറയാം ഉണ്ടായിരുന്ന. വേൻ സയ്യാറ അല്ലിഖാൻ എന്തൊക്കെ, നിങ്ങളടുത്തുണ്ടായിരുന്ന വണ്ടി എവിടെ? വേൻ സയ്യാറ അല്ലിഖാൻ എന്തൊക്കെ, നിങ്ങളടുത്തുണ്ടായിരുന്ന വണ്ടി എവിടെ? മനസ്സിലായോ? ഓക്കെ, അതേപോലത്തെ ഒരു വാക്ക് അതൊന്നുകൂടി നമുക്ക് നോക്കാം. വേൻ, ഞാൻ മേശപ്പുറത്തൊരു മൊബൈൽ വെച്ചിട്ടാണ് ഞാൻ പോയിരുന്നത്. തിരിച്ചൊരു മൊബൈൽ കാണാനില്ല. ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിനോട് ചോദിക്കണം, സാറേ ഇവിടെ ഒരു മൊബൈൽ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്ന മൊബൈൽ എവിടെ? അങ്ങനെ ചോദിക്കണ്ടേ? അതെങ്ങനെ ചോദിക്കാം? വേൻ ജവാൽ അല്ലിഖാൻ ഹിന. പറഞ്ഞോക്കെ, വേൻ ജവാൽ അല്ലിഖാൻ ഹിന, ഇവിടെ ഉണ്ടായിരുന്ന മൊബൈൽ എവിടെ? ഓക്കെ, ഇവിടെ ഉള്ളത് എന്നല്ല, ഇവിടെ ഇപ്പൊ കാണാനില്ലല്ലോ അത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചോദിക്കണം, വേൻ ജവാൽ അല്ലിഖാൻ ഹിന. അപ്പൊ അല്ലിഖാൻ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ നേരത്തെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അയാളെ കാണാനില്ല. ഇങ്ങനെ ചോദിക്കാം, വേന റയ്യാൽ അല്ലിഖാൻ ഹിന, ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ. ഇപ്പൊ ദുബായിലൊക്കെ എന്താണ് പറയാ, എമിറേറ്റ്സിൽ റജ്ജാൽ എന്ന് പറയില്ല, റയ്യാൽ എന്നാണ് പറയുക. എമിറേറ്റ്സിൽ റയ്യാൽ എന്ന് പറയും. സാധാരണഗതി റജ്ജാൽ എന്നാണ് പറയേണ്ടത്. അത് നിങ്ങൾ ഈജിപ്ത് ഇപ്പൊ റഗ്യാൽ എന്ന് പറയും. വേന റഗ്യാൽ അല്ലിഖാൻ ഹിന, ഇവിടെ ഉണ്ടായിരുന്ന ആളെവിടെ എന്ന്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അല്ലിഖാൻ എന്നതാണ് ആയിരുന്നത്, ഉണ്ടായിരുന്നത്. അല്ലിഖാൻ, അല്ലിഖാൻ, അല്ലദീ എന്നതാണ് ആ സാധനം. അല്ലിഖാൻ എന്ന് സംസാരിക്കുമ്പോൾ പറയും. ഓക്കെ, ശുക്രൻ ലക്കിയ ഉസ്താദി. അപ്പൊ ഈ ഷോപ്പിൽ ഉണ്ടായിരുന്ന ആളെവിടെ? വേന റയ്യാൽ, വേന റജ്ജാൽ, എമിറേറ്റ്സിൽ ഇയാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ കൊടുത്തത് വേന റയ്യാൽ അല്ലിഖാൻ ഫിൽ മഹൽ, ഷോപ്പിൽ ഉണ്ടായിരുന്ന ആളെവിടെ എന്ന് പറയാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടോ. ഓക്കെ, നിന്റെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്നത് ആരാണ്? ഞാൻ ഒരാളോട് ചോദിക്കട്ടെ, ഇന്നലെ നിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? ഉസ്താദ് നിസാർ കൈഫ് ഹാൽക യാ ഹബീബി? നമുക്ക് അذكرك يعني تكون انت അറബിക് യൂണിറ്റ് ധാരാളം വിദ്യാർത്ഥികൾ അറിയാതെ എല്ലാ ഇതിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഉസ്താദ് നിസാർ പിന്നെ ദായിമൻ പറയാമോ? ഇന്നലെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? ഹലോ, ഓണാകുന്നില്ലല്ലോ, സംസാരിക്കാം. എന്റേതാണോ എനിക്കാണോ ഇതിന്റെ പ്രശ്നമുള്ളത്? പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളി. നിങ്ങളെ സൗണ്ട് വരുന്നില്ല. ഓക്കെ, വേൻ റയ്യാൽ അല്ലിഖാൻ മാക്, മീൻ റയ്യാൽ അല്ലിഖാൻ മാക്. എന്താണ് സംസാരിക്കാൻ പറ്റുന്നില്ല? ഒക്കെ മാലിഷ്. അപ്പൊ നമുക്കൊന്ന് പിന്നീടാക്കാം.
അപ്പൊ ഇത് നമ്മൾ ഓരോന്നും നമുക്ക് എന്താക്കാം, അതേപോലെ അല്ലിക്കാൻ. വേന സയ്യാറ അല്ലിക്കാൻ ഹേന, ഇവിടെ ഉണ്ടായിരുന്ന വണ്ടി എവിടെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉദാഹരണം മലയാളവും അറബിയും കൂട്ടി നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു നോക്കി മനസ്സിലായി. നമുക്ക് എപ്പോഴും പറയേണ്ട ഒരു സാധനമാണ് അല്ലിക്കാൻ. അല്ലിക്കാൻ. ഒരാൾ ഇതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു വിദ്യാർത്ഥിനി, അവർ ഖത്തറിലാണ്. അവർ ചെയ്തൊരു പണി എന്താ വെച്ചാൽ, ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഈ ഹെന്ന ഡിസൈനറാണ്, ഈ കൂട്ടത്തിൽ ഉണ്ടോയെന്ന് അറിയില്ല, ഹെന്ന ഡിസൈനറാണ് അവർ. ഇതിന്റെ മിനില്ലി മാക്കാംസ്, ഇന്നലെ ആരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കറക്റ്റ്. അവര് പിന്നെ ഫൈൻ ടിഷ്യൂ പേപ്പർ നിർബന്ധമാണ് ഈ എന്തിന്, ഞാൻ പറഞ്ഞ ഓരോ സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കുക. അവർ സാഹചര്യം സൃഷ്ടിച്ചൊരു അനുഭവം എന്നോട് പറഞ്ഞു, നിങ്ങൾക്കും അത് പറ്റും. അവർ ഈ പഠിച്ച അല്ലിക്കാനെ ഒന്ന് പറയാൻ വേണ്ടി, എനിക്ക് എത്ര വർഷം മുമ്പാണത്, അവർ പറഞ്ഞു ടിഷ്യൂ പേപ്പർ മേശപ്പുറത്തുണ്ടായിരുന്നു. അപ്പൊ ഇതിങ്ങനെ തുടക്കാൻ ടിഷ്യൂ പേപ്പർ വേണം. അങ്ങനെ അവരെന്ത് ചെയ്തു, പിന്നെ ആ ടിഷ്യൂ പേപ്പർ അവരൊന്ന് ഉള്ളിൽ പോയി വന്നപ്പോഴേക്കും ടിഷ്യൂ പേപ്പർ തടി വെച്ചു. വന്ന ഉടനെ തന്നെ അറബി പെണ്ണ് ചോദിച്ചു, വേൻ മനാദീൽ, ഓക്കെ, വേനൽ മനാദീൽ അല്ലിഖാൻ ഹിനാന്ന് ചോദിച്ചു. കറക്റ്റ്. വേനൽ മനാദീൽ അല്ലിഖാൻ ഹിന. ഇവിടെ ഉണ്ടായിരുന്ന മനാദീൽ, മന്ദീൽ എന്നാല് ടിഷ്യൂ, മനാദീൽ അതിന്റെ പ്ലൂറലാണ്. വേനൽ മനാദീൽ അല്ലിഖാൻ ഹിന, ഇവിടെ ഉണ്ടായിരുന്ന ടിഷ്യൂടെ. അൽഹംദുലില്ലാ. അപ്പൊ അവർ പറഞ്ഞു, ഇപ്പൊ ഞാൻ പഠിച്ചു. അപ്പൊ അത് തന്നെയാണ് സാധനം. എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സംഗതിയാണ് അല്ലിഖാൻ. അല്ലിഖാൻ, അല്ലിസാർ എന്ന് പറയും, സംഭവിച്ചത് അല്ലിസാർ, അല്ലിഖാൻ. തമാം, നമ്മൾ പഠിച്ചല്ലോ. എപ്പോഴും അറബികൾ പറയുന്ന ഒരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കല്, നമ്മളൊരു രീതി ആരെങ്ങനെ ഒരു അല്ലിക്കാൻ കൂട്ടാതെ പറഞ്ഞാൽ ഉദ്ദേശിച്ച ആശയത്തേക്ക് എത്താനല്ല. ഓക്കെ, അടുത്തത് ഈ രീതി, ആ രീതി എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഏത് രീതി? മൂന്നാമത്തെ ഒരു പോയിന്റാണ് രീതി. രീതിക്ക് തരീക്ക എന്നാണ് പറയാം. ഹാദ തരീഖ്, തരീക്ക. തരീഖ് എന്ന് പറഞ്ഞാൽ മാർഗം, വഴി എന്നാണ് അർത്ഥം. നമ്മൾ വഴി, വേന തരീഖ് എന്ന് ചോദിക്കും, എവിടെ വഴി, എവിടെയാണ്? മാഫി തരീഖ്, ആ വഴി തന്നെയാണ് ഇതും. നമ്മൾ മലയാളത്തിൽ പറയല്ലോ ഒരു വഴിയില്ല, അതന്നെയാണ് ഈ സാധനം. മാഫി തരീഖ, മാഫി തരീഖ് എന്ന് പറയും, മാഫി തരീഖ എന്ന് പറയും. ഓക്കെ, മാഫി തരീഖ, വഴിയില്ല, ഒരു വഴിയില്ല. മാഫി ഐ തരീഖ എന്ന് പറയും. തരീഖ് എന്ന് പറഞ്ഞാൽ വഴി. നമ്മളെപ്പോഴും ഏതൊരു ബേസിലുള്ള ആളുകൾക്കും കിട്ടുന്നൊരു പേരാണ്, വാക്കാണ് തരീഖ് എന്ന് പറയും. വേന തരീഖ്, ഹാദ തരീഖ്, അപ്പൊ ഈ ഒരു മാർഗം, ഈ ഒരു വഴി എന്ന് പറയാൻ അനമാദുർഹാദി തരീഖ, ഈ വഴി എനിക്കറിയില്ല എന്ന് പറയാം. ഓക്കെ, മാഫി ഐ തരീഖ്, ഒരു മാർഗമല്ല. ഇത് വർക്ക് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? കൈഫ് തരീഖ് ഷുഗുൽ, വർക്ക് ചെയ്യേണ്ട രീതി ഏതാണ്? നമ്മൾ സാധാരണ പറയല്ലോ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനെന്താ പറയാ? അഡ്ജസ്റ്റ് ചെയ്യും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ആർക്കെങ്കിലും ഒന്ന് പറയാൻ കിട്ടും? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ, അഡ്ജസ്റ്റ് ചെയ്താൽ. ഏത് കുറേ വാക്കുണ്ട് അറബികൾ പറയുന്നത്, അഡ്ജസ്റ്റ് ചെയ്യും. ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. ഈ പിന്നെ ഈജിപ്ഷ്യൻസ് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഓക്കെ പറയാൻ. എന്താ പറയാറുള്ളത്? ഓക്കെ പറയാന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളേ. 400 ചില ആൾക്കാരുണ്ട്, ഹാൻഡ് റൈസ് ചെയ്താൽ പറയാം. ഓക്കെ, ഓക്കെ, ഓക്കെ. നമ്മൾ സാധാരണക്കാർ പറയും ഖലാസ്. ഓക്കെ പറയാൻ അറബിയിൽ 4 വാക്കുണ്ട്. ഖലാസ്, അയ്യോ, യെസ് ആണത്. പക്ഷെ എന്നാലും അയ്യോ, ചമാ, മുംതാസ്, ഇതൊക്കെ ഓക്കെ പറയാനുള്ളത്. സെയിൻ, മുംതാസ് എന്നൊക്കെ പറയും, കുറെ വാക്കുകൾ. അതിൽ ഖലാസ് ആണ് സാധാരണ പറയുന്നത്. തയ്യിബ് എന്നാണ് രണ്ടാമത്തെ പ്രയോറിറ്റി. അതിന് ഈജിപ്ഷ്യൻസ് ഒക്കെ പറയുന്ന മേശി എന്നാണ്. മേശി. ഈ മേശിയുടെ യഥാർത്ഥ അർത്ഥം എന്താണ്? നടക്കുന്ന. ഹിന്ദിയിൽ പറയുന്നത് ചെലേക, അത് പോവും, ചെലേക, ആ ഒരു അർത്ഥത്തിലാണ് മേശി ഉപയോഗിക്കുന്നത്. മേശി, മേശിയാ ഹബീബ്, മേശി. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറയാണ്, ഞങ്ങൾ ഓഫീസിൽ ഞാൻ നിൽക്കുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് പോകണം, ഞാൻ പോവാണ്, എങ്ങനെ പറയാം? യാ ഹബീബി, ഞാൻ പോവാണ്, എങ്ങനെ പറയാം? ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ ബാബാ, ഞാൻ പോട്ടെ മാമ. അനമേശി എന്നാ പറയാൻ ബെറ്റർ. അനമേശി. മേശി എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ആണ് സംഭവം, നടക്കുക എന്ന, കാലുകൊണ്ട് നടക്കുന്നതിനാ. പക്ഷെ അത് സ്വാഭാവികമായിട്ട് എല്ലാ പോക്കിനും പറയുന്നതുകൊണ്ട് അനമേശി എന്നാ പറയുന്നത്. ഞാൻ നടക്കട്ടെ. അനറായഹ് എന്നതിനേക്കാളും അനസായർ എന്നതിനേക്കാളും അനമേശി എന്ന് പറയാനാണ് ബെറ്റർ. എന്നാൽ ഇവിടെയും നമുക്കറിയാം അനമേശി, മാസി അല്ലല്ലോ, മേശി, ഷാ ഷാ എസ് എച്ച് ആണ് അനമേശി.
أنا ماشي. سيارة ماشي. ماشي. هذا കമ്പ്യൂട്ടർ മാഷി കമാഷിയാണ്. ഓക്കെ ആണെന്ന് പറയും. നടക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലും പറയും. ഇന്ത്യക്കാർ ചെലേക എന്ന് പറയും. ചെലേക എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഇനി അതിന്റെ ഒരു അഡ്ജസ്റ്റ് എന്നതിന് മെഷി എന്നാണ് പറയാം. മെഷി. മെഷി അറിയാൽ തരീക്ക, എങ്ങനെങ്കിലും അതാണ് നടത്തി കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാലും നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞാലും ഒരു മീനിങ്. മെഷി മെഷി അറിയാൽ തരീക്ക. 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 മാഫി തരീക്ക നിങ്ങൾ പഠിച്ചതാണ്. മാഫി റയ്യാൽ തരീക്ക. തരീക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? വഴി. തരീക്കുന്നതിന് വഴി. വഴിക്ക് വേറൊരു വാക്കുണ്ടല്ലോ, ആർക്ക് പറയാൻ കിട്ടാം? വഴി എന്നതിന് അല്ലെ റോഡ് എന്നതിന് വേറൊരു വാക്കുണ്ട്. എന്താണ്? ആർക്ക് പറയാൻ കിട്ടും? റോഡിന് വേറൊരു വാക്കുണ്ട്. ഞാൻ റോട്ടിലാണ്. ആനഫിത്തരേക്ക്. ഓക്കെയാണ്. വണ്ടി എവിടെയാണ്? വണ്ടി റോട്ടിലാണ്. വേൻ സയ്യാറ. സയ്യാറ ഫിത്തരീക്ക്. ഇതൊക്കെ സിമ്പിൾ വേർഡ്സ് ആണ്. വേൻ സയ്യാറ. സയ്യാറ ഫിത്തരീക്ക്. വണ്ടി റോട്ടിലാണ്. കുട്ടി എവിടെയാണ്? കുട്ടി ഫിത്തരീക്ക്. വേനൽ വലത് ഫിത്തരീക്ക്. ഇങ്ങനെ പറയാം. ഇനിയും ഷാരെ. ഷാറ എന്നല്ല, ഷാരെ എന്നാണ് നല്ലത്. ഷാരെ. ഫിഷാരെ. ഷാരെ എന്ന് പറയും. ഷാരെ. ഓക്കെ, സമാനം. നമ്മൾ അറിയാതെ അത്തരം നല്ല നല്ല വാക്കുകൾ നമ്മൾ കറക്റ്റ് ഉപയോഗിച്ചു പോകണം. ഓക്കെ ഓക്കെ അപ്പൊ അതങ്ങനെ പഠിച്ചു. നമ്മൾ തരീക്കും പഠിച്ചു, ഷാരയും പഠിച്ചു. ഓക്കെ, ഇന്ന് പൈസ കിട്ടണം, എങ്ങനെങ്കിലും ഇന്ന് കാശ് കിട്ടണം. നിങ്ങൾ സെയിൽസ്മാൻമാർ ഈ കൂട്ടത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ക്യാഷ് വാങ്ങാൻ പോകുന്ന കമ്പനികളിലെ ബാങ്കിലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇന്ന് ക്യാഷ് വേണം എങ്ങനെയെങ്കിലും. തരീക്ക. ലാസിം ഫുലൂസ് അല്ലിയും തരീക്ക. ഏതെങ്കിലും മാർഗത്തിൽ ഇന്ന് പൈസ വേണം. തരീക്ക. ഓക്കെ, അപ്പോ തരീക്ക എന്നാല് മാർഗം, വഴി. അതിന്റെ വ്യത്യസ്തമായ വേർഷൻസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, ലാസിം ഫുലൂസ് തരീക്ക എന്ന് പറയും. ഓക്കെ, മനസ്സിലായോ? അടുത്തത്, അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചു, കുറെ കാര്യങ്ങൾ പഠിച്ചു. തരീക്ക. എന്ന് പറഞ്ഞാൽ വിച്ച് എന്നാണ്. ഐഷ എന്ന് പറയല്ലോ. ഐഷ എന്തായാലും വേണ്ടില്ല. ഐഷ എന്ന് പറഞ്ഞാൽ അതാ ഷെയ്. എന്തായാലും വേണ്ട. ഐഷ മാഫി മുഷ്കില. എന്തായാലും പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങളൊരു കടയിൽ വന്നു, കടയിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരു അറബി വന്നു, നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ചോദിച്ചു എന്താ വേണ്ട, അത് പറഞ്ഞ ഐഷ. ഐഷ എന്ന് പറഞ്ഞാൽ എന്തായാലും വിച്ച് എന്ന അർത്ഥത്തിന് ഏതായാലും വേണ്ടില്ല ഐഷ. ഇവിടെ ഐഷൈ താനി, വേറെ എന്തായാലും വേണ്ടില്ല. എങ്ങനെ പറയാ? ഐഷൈ താനി എന്ന് പറയും. സാനി, സാനിയാണ്, താനിയല്ല. പറയുമ്പോ താനി എന്നാ കേൾക്കും. ഐഷൈ താനി എന്ന് പറയും. ഇവിടെ ഒരു മലയാളി, നിങ്ങൾ പുതിയ ആൾക്കാരുണ്ടായതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു സെയിൽസ്മാൻ കടയിൽ ചെന്നപ്പം ഷെയ്ത്താനി ഒരു ബാർബർ ഷോപ്പ് വന്നപ്പോ, ബാർബർ ഷോപ്പ് ചെന്ന സമയത്ത് ഒരു മലയാളി പറഞ്ഞു, ഞാനിപ്പോ പിന്നെ ബാർബർ ഷോപ്പിൽ താടിയൊക്കെ നന്നാക്കി കഴിച്ച ശേഷം സുഡാനിയായിരുന്നു ബാർബർ. ഷെയ്ത്താനി എന്ന് വിളിച്ചു. ഞാനാകെ പേടിച്ചിട്ട് പൈസ എറിഞ്ഞു കൊടുത്തു പോകുന്നത്. അവിടെ ഷെയ്ത്താനി എന്ന് പറഞ്ഞാൽ ഷെയ് സാനിയാണ് സാധനം. വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്യണോന്നാ ഷെയ് സാനി എന്നാ. അപ്പൊ നമ്മള് കേട്ടെന്താണ്? ഷെയ്ത്താനി എന്നാ അയാൾ കേൾക്കണേ. ഷെയ്ത്താനി എടാ ഇബ്ലീസ് സത്താനെ, അതല്ല പറയുന്നത്. ഷെയ് സാനി, ഷെയ് സാനി. അപ്പൊ ഷെയ് എന്ന് പറയുന്നത് മാഫി ഷെയ്, ഒന്നുമില്ല. എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ഷെയ് എന്നാണ്. ഇതാ അറാദ ഷെയ് അൻ കും ഫയക്കൂൻ എന്ന് ഖുർആനിൽ വരെയുണ്ട്. ഷെയ്, ഷെയ് അറിയപ്പെട്ടൊരു വേർഡാണ്. ഒന്നും, ഒരു കാര്യം എന്ന അർത്ഥത്തിനാണ് മാഫി ഷെയ്. കുച്ച് നഹി എന്ന് പറയും ഇന്ത്യയിൽ. മാഫി ഷെയ് എന്ന് പറയും, ഷെയ്. അപ്പൊ ഇവിടെ നിന്നാണ് ആ വാക്കാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ്, നമ്മൾ അറിയാതെ നമ്മൾ പഠിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെയൊക്കെ ഒരു വ്യത്യസ്തമായ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാണ്. സെയ് എന്ന്, ലൈക്ക് ദിസ് എന്ന ഒരു അർത്ഥത്തിന് സെയ് എന്നാണ് പറയാ. സെയ് എന്താണ് പറയാ? ലൈക്ക് ദിസ് എന്ന് പറയാം. അന്ത സയ്യാന, നീ എന്നെ പോലെയാണ്. ഞാൻ നിന്നെ പോലെയല്ല. അതൊരു സെയ് എന്നൊരു വാക്കുണ്ട്. യഥാർത്ഥത്തിൽ സാഹിത്യ അറബിയിൽ മിസിൽ എന്നാണ്, പക്ഷെ പറയുമ്പോൾ മിസിലല്ല പറയാ, സെയ് എന്ന്.
സംസാര ഭാഷയിൽ അങ്ങനെ. ഇംഗ്ലീഷിലെ സെഡിന്റെ പ്രൊണൗൺസിയേഷൻ ആണ് മറക്കേണ്ടത്. ഇതുപോലെ, അതുപോലെ. വേറെ കടയിൽ ചെന്നു, എനിക്ക് ഒരു സാധനം തന്നപ്പോ ഞാൻ പറഞ്ഞു അതുപോലെ, പണ്ട് നമ്മള് വാങ്ങിനല്ലോ, അതുപോലെ എന്ന് പറയാം. ഓക്കെ, എന്തൊക്കെ പോരാ, എന്തൊക്കെ നിന്റെ അടുത്ത് ഇതുപോലത്തതുണ്ടോ? എന്തൊക്കെ ഗലം നിന്റെ അടുത്ത് ഇതുപോലത്തെ പേനയുണ്ടോ? മൈന്ദി ഗലം ഇതുപോലത്തെ പേന എൻ്റെ അടുത്തില്ല. ഓക്കെ, ഗലം ഓക്കെ, നമ്മളെപ്പോഴും നല്ല വളരെ ചെറിയൊരു വാക്കാണത്. ഈ എന്ന് പറയുമ്പോൾ അതില് ഈ ഈജിപ്ഷ്യൻസ്, ഞാൻ പറഞ്ഞു ഈജിപ്ഷ്യൻസ് ആണ് മലപ്പുറത്തായി, അവർക്കെല്ലാം പുതിയ വാക്കുകളാണ്. അവരെന്താ വർത്താനം ചോദിക്കാൻ ഇസയക്ക് ബേഷാന്ന് ചോദിക്കുക. അത് പിന്നെ ഈ വാക്കേ അല്ല, ഇസയക്ക് എന്നുള്ള വേറെ സാധനമാണ്. അകൾ മറക്കണ്ട, അത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എന്നൊക്കെ ചോദിക്കുക. വേറൊരു രാജ്യത്ത് എന്നതുപോലെ അറബ് നാട് നല്ല തോന്നുന്ന രീതിയിലുള്ള കുറേ വാക്കുകൾ അവരെടുത്തിട്ടുണ്ട്, നമുക്ക് സെപ്പറേറ്റ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഓക്കെ, മനസ്സിലായോ? ഹാദാണ് ഇതുപോലെ. അപ്പൊ നിങ്ങളടുത്ത് ഇതുപോലത്തെ പേനയുണ്ടോ എന്ന് പറഞ്ഞു നോക്കിയാണേ. يا سيدي عندك قلم زي هذا مثل هذا എന്നാണ് നമ്മുടെ യഥാർത്ഥത്തിൽ പറയാം. പക്ഷെ മിസിലിനെക്കാളും എന്ന വാക്കാണ് സാധാരണ ഉപയോഗിക്കുക. ഓക്കെ, എന്തൊക്കെ ഹലാവ ഇതുപോലത്തെ മിഠായി ഉണ്ടോ ഇത് വന്ന് ചോദിച്ചപ്പോ അയാള് പറഞ്ഞു ഹലാവ ഷെക്കിൽ തന്നെ സ്റ്റൈല്, രീതി, പിന്നെ മോഡൽ നോക്കി. ഈ മോഡലിലുള്ള പിന്നെ എന്തില്ല, ഹലാവ മിഠായി, ഈ മോഡലിൽ അല്ലെ ഈ രീതിയിലുള്ള ഇതേപോലത്തെ മിഠായി ഞങ്ങളെത്തില്ല എന്ന് പറയാം. ഓക്കെ, ഹലാവ ഓക്കെ, നിങ്ങളെല്ലാരും ഒരുപോലെയാണ്. ഓക്കെ, ഈ വണ്ടി അപ്പൊ എന്ന് പറയും. ഈ അറബികൾ പറയും കച്ചവടമൊന്നും ഇല്ല, ഞാൻ കുല്ലയോ ഇതിന് പറയും ബിസിനസ് ഒക്കെ കുറവാണ്, എല്ലാം കുല്ലയോ എല്ലാം ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ ഒന്നും കച്ചവടമല്ല എന്ന് പറയും. യോമുല്ലന വയോമുൻ അലൈന കില്ലയോ അതാ പറയുന്നത്. യോമുല്ലന വയോമുൻ അലൈന, ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായി. ഇവരെപ്പോഴും അറബികൾ പറയും ബിസിനസ് ഒക്കെ കുറവാണ് സാറേ. അപ്പൊ അറബികളോട് വരുമ്പോൾ നിങ്ങൾക്ക് അയാളുടെ ഡയലോഗ് അടിക്കാൻ പറ്റിയതാണ്. എന്താണ് യോമുല്ലന വയോമുൻ അലൈന, ഒരു ദിവസം നമുക്ക് കച്ചവടം ഉണ്ടാകും, ഒരു ദിവസം കുറയും. അതിന് യോമുല്ലന അനുകൂലമായത്, അലൈന പ്രതികൂലമായത്. യോമുല്ലന വയോമുൻ അലൈന കില്ലയോം ഒരാൾ പറഞ്ഞു അതില്ല അയ്യാ കുല്ലു അലൈന, അതിന്റെ അവസാനം ഈ ദിവസം ഒക്കെ നമുക്ക് എതിരാണ്. ഓക്കെ, ഹാദി സയ്യാറ ഹഗ്ഗി, ഹാദി സയ്യാറ ഹഗ്ഗി, ഈ വണ്ടി എന്റെ വണ്ടിയെ പോലെയാണ്. ഇത് എന്റെ വണ്ടിയെ പോലെ. ജീബിലി വാഹിദ് സയ്യാംസ്, ഇന്നലെ തന്നതുപോലെ. അങ്ങനെ ആ വാക്കൊക്കെ മനസ്സിലാക്കുന്നത്. സയ്യാംസ്, ഇന്നലത്തത് പോലെ ഒന്ന്. ഇന്നലത്തത് പോലെ. അലിയോം ഇന്ന് ഇന്നലത്തെ പോലെ തന്നെയാണ്. അങ്ങനെ പറയാം. ജീബിലി വാഹിദ് ഇന്നലത്തത് പോലെ ഇന്നും തരുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ, നീ പറഞ്ഞതുപോലെ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയണ്ടേ? വല്ലാഹി അന അർസൽതുൽ ഫുലൂസ് സീമാ ഖിൽതലി. ഇങ്ങനെ പറയാം. അതിന് മുമ്പ് വളരെ സിമ്പിൾ ആയ വേർഡ്സ് പറയാം. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. വല്ലാഹി അന സവ്വൈതു സീമാ ഖിൽതലി, നിങ്ങൾ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പറയാ, വല്ലാഹി അന സവ്വൈതു സീമാ ഖിൽത്. മാ എന്ന് കൂട്ടണം അവിടെ. സൈഗിൽത്ത് എന്ന് പറയും. പുതിയ ആളുകളാകുമ്പോൾ അവർക്ക് ചെറിയ പ്രയാസം എനിക്കറിയില്ല. ഏതായാലും എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിനെയും അതുപോലത്തത് എന്ന് പറയാൻ ഒരു എന്നാണ് പറയേണ്ടത്. നീ പറഞ്ഞതുപോലെ. പണ്ടാരോ പറഞ്ഞ പോലെ അറിയില്ല നമ്മള്. പണ്ടൊരാള് പറഞ്ഞായിരിക്കും അറിയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പറയുമ്പോ അവിടെ ഒരു പഴയ ആൾക്കാർ പണ്ടൊരാള് പറഞ്ഞാല്
രാജാവ് പറഞ്ഞു സൈമാ ഗാൽ മലിക് എന്ന് പറയും. അങ്ങനെ ഒരാൾ പറഞ്ഞതുപോലെ സൈമാ ഗാൽ ബാബ, ബാബ പറഞ്ഞതുപോലെ. സൈമാ ഗാൽ കഫീൽ, കഫീൽ പറഞ്ഞതുപോലെ. സൈമാ ഗാൽ കഫീൽ, സൈമാ ഗാൽ മുദീർ. മനസ്സിലായോ? ഗാല നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പറഞ്ഞു. മുദീർ മാനേജർ. സൈമാ ഗാൽ മാനേജർ പറഞ്ഞതുപോലെ. ഇനി അതിനെ പ്രസന്റിലേക്ക് വരാണ്. സൈമാ യഗൂൽ, സൈമാ യഗൂൽ മുദീർ ദായിമൻ, എപ്പോഴും നമ്മുടെ മാനേജർ പറയുന്നത് പോലെ. മനസ്സിലായോ? സൈമാ യഗൂൽ കഫീൽ ദായിമൻ, ഓൾവേസ് നമ്മുടെ കഫീൽ. അങ്ങനെയുള്ള വാക്കിലേക്ക് കിടക്കുക. സൈമാ യഗൂൽ, സൈമാ ഇജി, അങ്ങനെ മനസ്സിലായോ? അത് നല്ലൊരു ശൈലിയാണ്. അത് നിങ്ങൾക്ക് കിട്ടിയോ എനിക്കറിയില്ല. ഓക്കെ, ക്ലിയർ ആവട്ടെ. അതേക്ക് പോവാം. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പൈസ അയച്ചിട്ടുണ്ട്. സെയിൽസ്മാൻമാർക്കൊക്കെ പറയാം, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പൈസ അയച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾ പറയുന്നത് പോലെ ഞാനിത് ചെയ്യാം. നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഷോപ്പിൽ നിങ്ങൾ അറബി കയറി വരുമ്പോൾ അയാൾ പറയും നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്തുതരാം. അനബ് സവ്വിലക്. സവ്വ എന്നാൽ എന്താണ്? ചെയ്യുക എന്നാണ്. നമ്മൾ പഴയ കാലത്ത് ഒരു ഫയലൊക്കെ പഠിക്കാറുണ്ട്. അതൊന്നും ചിത്രത്തിലില്ല, അതിന് പകരം സവ്വയാണ്. അനബ് സവ്വിലക് ഹാദ സൈമാ തഖൂൽ. അത് പറഞ്ഞു നോക്കേ. സൈമാ തഖൂൽ, നിങ്ങൾ പറയുന്നത് പോലെ ഞാനത് ചെയ്തുതരാം. അനബ് സവ്വിലക് സൈമാ. ഓക്കെ, സവ്വി. ഒരിക്കലും എന്താക്കണ്ട. അത് നിങ്ങൾ ഓരോ വാക്ക് അനലൈസ് ചെയ്ത് നോക്കുന്നത്. അന, ഞാൻ, ബസവ്വി, ചെയ്യും. ഒരു ബാ ചേർക്കുമല്ലോ. എന്തിനാ ബാ ചേർക്കാൻ ചിലരൊക്കെ ചോദിക്കാറുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, എങ്ങനെ പറയാം? ഗിൽറ്റ്. ഞാൻ പറയും അഗൂൽ, അതിന് പ്രസന്റ് ടെൻസ് ആണ് അഗൂൽ. ഞാൻ പറയും എന്നതിനും പറയുന്നു എന്നതിനും അഗൂല പറയാം. അന ബഗൂൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും എന്നാണ്. അപ്പൊ ഞാൻ ബഅദീൻ എന്ന് പറയുന്ന ബാ ആയിരിക്കാം അവിടെ ചേർത്ത് വന്നിട്ടുണ്ടാകുക. ഓക്കെ, ഞാൻ പോകും. ആർക്കാ പറയാൻ കേട്ട? ഞാൻ നാളെ പോകും. ഞാൻ പിന്നീട് പോകും. ഇങ്ങനെ പറയാം, ഞാൻ പിന്നീട് പോകും. ഞാൻ പിന്നീട് പോകും. ആർക്കാ പറയാൻ കേട്ട? ഞാൻ പിന്നീട് പോകും. അന ബറൂഹ് എന്നാണ് പറയാം. അന ബറൂഹ്, ബറൂഹ്. ഇതൊക്കെ കുറച്ച് ടൈറ്റ് ആയിരിക്കും, എന്നാലും ബാജി ഞാൻ വരാം, ബറൂഹ് ഞാൻ പോകും എന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇതില് പിന്നെ പതുക്കെ പതുക്കെ പോയാൽ മതി. എല്ലാവരും ശ്രദ്ധിച്ചു നിൽക്കുക. കാരണം നമ്മള് അനബസൗവിയിലേക്ക് ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ബസൗവിയിലേക്ക്, സൗവിയിലേക്കിനേക്കാളും ഒരു ബാ ചേർക്കുക. കാരണം ബഅദീൻ പിന്നീട് അർത്ഥത്തിന് ഒരു ബാ ചേർത്തുകൊണ്ടാണ്. അനബസൗവിയിലേക്ക് ഹാദ സൈമാ തഖൂൽ, സൈമാ തഖൂൽ, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്തു തരാം. ഓക്കെ, സൈമാ തഖൂൽ എന്ന് പറയാം. ലാസിം മൗജൂദ് ഫിൽ മഹൽ സൈമാ യഖൂൽ മുദീർ. മാനേജർ ഞാൻ ഓരോന്നോരോന്ന് വായിക്കട്ടോ, പതുക്കെ പതുക്കെ വായിക്കങ്ങൾ. ഈ ഭാഷയുടെ കൃത്യത പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എളുപ്പമാണിത്. ലാസിം, ലാസിം നിർബന്ധമാണ്. താങ്കൾ മൗജൂദ് ഉണ്ടാവണം. ഫിൽ മക്തബ് ഓഫീസിൽ. കാണുന്നുണ്ടോ? ലാസിം മൗജൂദ് ഫിൽ മക്തബ്, നിങ്ങൾ ഓഫീസിൽ ഉണ്ടാവണം. ലാസിം മൗജൂദ് ഫിൽ മക്തബ്. സൈമാ യഖൂൽ മുദീർ, മാനേജർ പറയുന്നത് പോലെ. സൈമാ യഖൂൽ മുദീർ. അക്കങ്ങൾ ആ രീതിയിൽ പഠിച്ചാൽ മതി. സൈമാ ഖാൽ വാഹിദ് സമാൻ. സമാൻ എന്ന് പറഞ്ഞാൽ അറബിയാണ്, ഇംഗ്ലീഷിലും അല്ല, ഉറുദുവിലൊക്കെ സമാന. സമാന ഖറാബ് ഹേ, സമാന ഖറാബ് ഹേ പാട്ടില്ല, അതേപോലെ സമാന. ആ വാക്ക് അതേപോലെ നിങ്ങൾ അറബിയിൽ നിന്ന് പോയതാണ് അതൊക്കെ. സൈമാ ഖാൽ വാഹിദ് മിൻ സമാൻ, പണ്ടാരോ പറഞ്ഞായിരുന്നു അറിയും. ചില ആൾക്കാർ വർത്താനം പറയുമ്പോ പറയും സൈമാ ഖാൽ മിൻ സമാൻ, സൈമാ ഖാൽ വാഹിദ് സമാൻ, പണ്ടാരോ പറഞ്ഞ പോലെ, ഒരാള് പറഞ്ഞ പോലെ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സൈമാ ഖാൽ വാഹിദ് സമാൻ. ഓക്കെ, സവ്വി ഹാദാൽ ഹീൻ സൈമാ ഖിൽത് ലക അംസ്, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നീ അത് ചെയ്തോളൂ. ഇപ്പോഴും സവ്വിയാണ് വന്നത്. സംസാര ഭാഷയിൽ ഇഫ്അൽ എന്ന് പറയൂല,
ചെയ്യൂ എന്നതിന് സവ്വ എന്ന പദമാണ് ഉപയോഗിക്കാറ്. ഓക്കെ, സവ്വി, യല്ല സവ്വി, ആ ചെയ്യ്, സവ്വി, സവ്വി, സവ്വി എന്ന് പറഞ്ഞാൽ ചെയ്യൂന്ന. സവ്വി ഹാദ, പുതിയൊരു മൊബൈൽ നന്നാക്കണം, യാ ഹബീബി സവ്വി ഹാദ, ഇത് ചെയ്യൂ. സവ്വി നലാഫ, ക്ലീനിങ് ചെയ്യൂ. സവ്വി തബഖ്, കുക്കിംഗ് ചെയ്യൂ, ഇങ്ങനെയൊക്കെ സവ്വി. അപ്പൊ സവ്വി ഹാദ അൽഹീൻ, ഇതിപ്പോ ചെയ്യൂ, ഇതിപ്പോൾ ചെയ്യൂ. അൽഹീൻ നിങ്ങൾ പഠിച്ചതാണ്, പുതിയ ആളുകളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ പറയാൻ പറ്റിയൊരു ഭാഷയാണത്. സവ്വി ഹാദ അൽഹീൻ, ഇപ്പൊ തന്നെ ചെയ്യൂ. സൈമ ഗിൽത്തിലക്ക് അംസ്, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ. സൈമ ഗിൽത്തിലക്ക് അംസ്, ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ. എങ്ങനെ പറയാം? അവിടെ ഗിൽത്തിലക്ക് എന്ന് പറയാം, ഗിൽത്തിലക്ക് എന്ന് പറയൂല. അതാണ് ഇന്നത്തെ ഇതിലെ ടോപ്പിക്. ഓക്കെ, ഗിൽത്തിലക്ക്. അവൻ പറഞ്ഞ പോലെ ഗാൽ, നിങ്ങൾ എന്നോട് പറ ഗിൽച്ചലി, മനസ്സിലായോ? ഗിൽച്ചലി, നിങ്ങൾ എന്നോട് പറഞ്ഞ പോലെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഗിൽത്തിലക്ക്, അവൻ പറഞ്ഞ പോലെ ഗാൽ. വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, ഇനി ഇതിന്റെ അടുത്തൊരു സാധനം നമുക്ക് പറയാം. അടുത്തൊരു പോയിന്റ്, ബഅദ. ഗബിൽ, ഗബിൽ എന്ന് പറഞ്ഞാൽ ബിഫോർ ആണ്, ബഅദ എന്നാൽ ആഫ്റ്റർ ആണ്. ബഅദ ഷഹർ, ഏക് മഹീനയ്ക്ക് ബഅദ എന്ന് പറയും ഹിന്ദിയിൽ. ആഫ്റ്റർ 1 month, ബഅദ ഷഹർ, ഒരു മാസത്തിന് മുമ്പ്. ഗബിൽ ഷഹർ, ഗബിൽ ഷഹർ, ബഅദ ഷഹർ, ബഅദ സന. ഏക് മഹീനെ, ഒരു ഹിന്ദിയിലും ബഅദ എന്നാണ് ഹിന്ദിയിലും പറയുന്നത്, അങ്ങനെ പറഞ്ഞു നോക്കട്ടെ. ഒരു വർഷത്തിന് ശേഷം, ബഅദ സന. എന്താ പറയാ? ബഅദ സന, ഒരു ദിവസം കഴിഞ്ഞിട്ട്. ബഅദ യൗം, ബഅദ യൗം, അതൊക്കെ അതിലേക്കാണ് കൂട്ടിയാൽ മതിയല്ലോ. യൗം ദിവസം, ബഅദ യൗം ആഫ്റ്റർ 1 day. ഒരു വർഷം, സന, ബഅദ സന വാഹിദ് യൗം ആഫ്റ്റർ 1 year, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, അവിടെ ബഅദ എന്ന് പറഞ്ഞാൽ പിന്നീട്, ഗബിൽ എന്നാൽ മുമ്പ്. ഒരു ദിവസത്തിന് മുമ്പ് എങ്ങനെ പറയാ? ഗബിൽ യൗം. 2 ദിവസം മുമ്പ്, ഗബിൽ യൗമൈൻ. ഓക്കെ, ഗബിൽ യൗം ഒരു ദിവസം മുമ്പ്, ബഅദ യൗമൈൻ 2 ദിവസത്തിന് ശേഷം. ഇത് എപ്പോഴും പറയേണ്ട, അതല്ല എപ്പോഴും നമുക്ക് അറിയുന്ന ഒരു വാക്ക് കൂടിയാണ്. ഗബിൽ യൗം, ബഅദ യൗമൈൻ. ഓക്കെ, ബഅദ യൗമൈൻ. ഇത്നൈൻ യൗം എന്ന് പറയണ്ട, യൗമൈൻ എന്ന് പറയണ്ട, നല്ലത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇവിടെ ഗബിൽ മാ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ടത്. ഗബിൽ മാ തഖൂൽ, നിങ്ങൾ പറയുന്നതിന്റെ മുമ്പ്. നിങ്ങൾ ഗബിൽ മാജിത്ത്, നിങ്ങൾ വരുന്നതിന്റെ മുമ്പ്. ഇത് ആ ഒരു ഉപയോഗം. അന മാ ഫക്കർത്ത് ഗബിൽ മാ തഖൂൽ, നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാനത് ചിന്തിച്ചില്ല. അന മാ ഫക്കർത്തു ഗബിൽ മാ തഖൂൽ, ഗബിൽ മാ തഖൂൽ എന്ന് പറയാം. ഗബിൽ മാജിത്ത്, ഈ ഒരു മായുടെ പ്രയോഗം കുറച്ചൊരു പഠിച്ച ആളുകൾക്കാണ് അത് മനസ്സിലാവുക. ഓക്കെ ആണോ? ഗബിൽ മാ സമയത്ത്, നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ. അള്ളാഹ് സമയത്ത് അതാ ഗബിൽ മാ സമയത്ത്, നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ ആണോ? നിങ്ങൾ ഗബിൽ മാ അജീക്, ഞാൻ വരുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കരുത്. എങ്ങനെ പറയാ? ഞാൻ വരുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കരുത്. ലേഡിയോടാ പറഞ്ഞേ, മാ തഅകുലി ലാ തഅകുലി ഗദാ, നിങ്ങൾ ഫുഡ് കഴിക്കരുത്. ഗബിൽ മാ ആജീക്, ഞാൻ വരുന്നതിന്റെ മുമ്പ്. ഗബിൽ മാ ആജീക്, ഞാൻ വരുന്നതിന്റെ മുമ്പ്. ഓക്കെ, ഓക്കെ. അൻത ഖല്ലിഖീന ഇല്ലാ ബഅദ മാ ആജീക്, കുറേ കുറച്ച് നല്ല വാക്കുകളാണ്. അവിടെ നിൽക്കട്ടെ കേട്ടോ, നമ്മൾ അത്ര പഠിച്ചാൽ മതി. ഇനി വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ള സിമ്പിളായിട്ടൊരു സാധനം. അത് പോരുത്, പഴയ ആളുകൾക്ക് ചിലപ്പോൾ ഒരു മാത്രമേ. അപ്പൊ എല്ലാ ആളുകളെയും കൂടി മാനേജ് ചെയ്ത് നിങ്ങൾക്ക് പോകണ്ടേ, അതുകൊണ്ടാണ്. പോയപ്പോൾ, റാഹ്, ഒരു 4 വാക്ക് നമുക്ക് പഠിക്കാം. പോയി, റാഹ്. ഷാഫ കണ്ടു, സമയ കേട്ടു. അങ്ങനെ റാഹ്, റാഹ് പോയെന്നാണ്. പോയപ്പോൾ, ലമ്മ റാഹ്. നമ്മുടെ ഉത്തരം കണ്ടു എന്നുള്ളത് ഷാഫ്, കണ്ടു, ഷാഫ്. ലമ്മ ഷാഫ്, കണ്ടപ്പോൾ. ഒക്കെ മനസ്സിലായോ? അവിടെ എഴുതുന്നുണ്ട്. റാഹ് എന്നാൽ പോയി എന്നാണ്. റാഹ് പോയത്.
പോയപ്പോൾ എങ്ങനെ പറയാം? ലമ്മ റാഹ്. ലമ്മ മാനേജർ പോയപ്പോൾ ലമ്മ റാഹ് മുദീർ. ഓക്കെ. ഇനി പിന്നെന്താണ്? കണ്ടു. ഷാഫ് കണ്ടു. ഗാൽ പറഞ്ഞു. ലമ്മ ഗാൽ മുദീർ അനമാതിരി. നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ അനിവാര്യമായി ഒന്നാണ് ലമ്മ എന്ന് പറയുന്നത്. ആയപ്പോൾ, ആകുമ്പോൾ എന്നാണ്. ലമ്മ ലമ്മ ഗാൽ കാലാന്ന് പറയില്ല കേട്ടോ, ഗാൽ. ലമ്മ ഗാൽ മുദീർ മാനേജർ പറഞ്ഞപ്പോൾ. എങ്ങനെ? ലമ്മ ലമ്മ എന്ന് പറയും. ഓക്കെ. ലമ്മ 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 ആയപ്പോൾ. ഓക്കെ. അപ്പൊ ലമ്മ ഷുഫ്ത് ഞാൻ കണ്ടപ്പോൾ, ലമ്മ സമയത്ത് ഞാൻ കേട്ടപ്പോൾ എന്ന് പറയും ലമ്മ. ഓക്കെ. ലമ്മ ലമ്മ جيت عندك في البيت انت كنت ما موجود عليك ما كنت موجود അങ്ങനെ മതി. ഞാൻ നിന്റെ അടുത്ത് വന്നപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പറയാ. ഞാൻ വീട്ടിൽ വന്നപ്പോൾ നീ, അത്ര കൃത്യമായി പറയുമ്പോ അൻത മാ മൗജൂദ് എന്ന് പറഞ്ഞാൽ പോരാ, മാ കിൻത് മൗജൂദ് എന്ന് പറയാം. ഈ കാനയുടെ പ്രയോഗത്തെ ഞാൻ ആദ്യം പറഞ്ഞു, അത് നമ്മുടെ ആൾക്കാർ പൊതുവെ ഉപയോഗിക്കുന്നില്ല. വളരെ പ്രധാനമാണത്. കാന, കാൻ മൗജൂദ് ഉണ്ടായിരുന്നു, കാൻ മാ മൗജൂദ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കുന്ത് ഞാൻ ഉണ്ടായിരുന്നു. അതിന്റെ 8 പ്രയോഗങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരണം. ലമ്മ ജിത് ഇൻദക ഫിൽ ബൈത്ത് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ. ലമ്മ ജിത് ഇൻദക ഫിൽ ബൈത്ത്. ലമ്മ ജിത് ഇൻദക, നോക്കി അത് കണ്ടാൽ മതി. ലമ്മ ജിത് ഞാൻ വന്നപ്പോൾ, ഇൻദക നിങ്ങളുടെ അടുത്ത്, ഫിൽ ബൈത്ത് വീട്ടിൽ വന്നപ്പോൾ, എൻത് താങ്കൾ, കുന്ത് മാ മൗജൂദ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. ഓക്കെ. ഇനി അതിനെ പ്രസന്റിലേക്ക് ലമ്മ ചേർത്തിയാലോ? ലമ്മ യറൂഹ് മുദീർ മാനേജർ പോകുമ്പോൾ. അപ്പൊ റാഹ എന്നാൽ പാസ്റ്റ് ആണ്, യറൂഹു എന്നത് ഫ്യൂച്ചറോ പ്രസന്റോ ആണ്. ലമ്മ യറൂഹ് മുദീർ മാനേജർ പോകുമ്പോൾ, അന ബറൂഹ് ഞാൻ അയാളുടെ കൂടെ പോകും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ലമ്മ യറൂഹ് പോകുമ്പോൾ, ലമ്മ യറൂഹ് പോകുമ്പോൾ, ലമ്മ റാഹ പോയപ്പോൾ. ഓക്കെ. ലമ്മ ഗിൽത്തിലേക്ക് ലമ്മ ഗിൽത്തിലേക്ക് മാസമേച്ചൽ കലാം, ഞാൻ നിന്നോട് പറഞ്ഞപ്പോൾ നീ അത് കേട്ടില്ലല്ലോ. ഞാൻ നിന്നോട്, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമായ മാറ്ററാണ്. പുതിയ ആളുകൾക്ക് ഒരു പ്രയാസം എന്നോട് ക്ഷമിക്കണം. ലമ്മ ഗിൽത്തിലേക്ക് മാസമേച്ചൽ കലാം, ഞാൻ നിന്നോട് പറഞ്ഞപ്പോൾ നീ അത് കേട്ടില്ല. പിന്നെ നമ്മൾ സാധാരണ ഒറ്റ കാര്യം കൂടി, ഒരാൾ പറഞ്ഞെടുക്കുക ഫീലിനോട് ഉസ്കുത്ത്. നമ്മൾ പറയുമ്പോൾ അറബികളോട് ഒരു ബഹുമാനത്തിൽ പറയാം. ഓഫീസിൽ വന്ന് നമ്മുടെ അറബിയിൽ സംസാരിക്കും. ചോപ്പ് എന്ന് പറയില്ല ഹിന്ദിക്കാര്, മിണ്ടർ എന്ന്. അത് അങ്ങനെ പറയരുതല്ലോ സാറേ, ഒന്ന് പതുക്കെ പറയും. ഒരാൾ ഭയങ്കര ഉച്ചത്തിൽ പറഞ്ഞു, ഒന്ന് പതുക്കെ പറയും. എങ്ങനെ പറയണം? ഖല്ലീഖ് സാക്കിത്ത്. ഖല്ലീഖ് സൈലന്റ് പ്ലീസ് എന്നതിന് ഖല്ലീഖ് സാക്കിത്ത് എന്നാണ് പറയാം. സൈലന്റ് പ്ലീസ് എന്ന് പറയാം. ഓക്കെ. ഖല്ലീഖ് സാക്കിത്ത് എന്ന് പറയാം. അല്ലാതെ അങ്ങനെ പറയരുത് ഉസ്കുത്ത് എന്ന് പറയരുത്. ഉസ്കുത്ത് എന്നാൽ മിണ്ടർ, മിണ്ടാതിരിക്കടാ എന്നാണ്. അത് അങ്ങനെ പറഞ്ഞിട്ട് ഏതോ കഫീൽ എന്റെ ആനിൽ ഖുറൂജ് അടിച്ചു തരണം. കാരണം അത് ആൾക്കാരുടെ ഭയങ്കര മോശമാക്കി പറയല്ലത്. അപ്പോ നമ്മളെന്താണ് പറയുമ്പോ ഓരോരുത്തരുടെ സ്റ്റേജ് നോക്കിയിട്ട് പറയാം. ഓക്കെ. ഉസ്കുത്ത് എന്ന് പറയുന്നത് നമ്മളെ അങ്ങനത്തെ ഒരു അധികാരം നടപ്പിലാക്കുമ്പോഴേ പറഞ്ഞു മിണ്ടരുത്. അതേ സ്ഥാനത്ത് പ്ലീസ്, സൈലന്റ് പ്ലീസ് ആകുമ്പോ ഖല്ലീഖ് സാക്കിത്ത്. ഇപ്പൊ ജവാല്, ഖല്ലി ജവാൽ സാമിത്ത്. സാമിത്തും ഉണ്ട്, സാക്കിത്തും ഉണ്ട്. സാമിത്ത് എന്ന് പറഞ്ഞാൽ സൈലന്റ് ആണ്, സാക്കിത്ത് എന്നാൽ മൗനമാണ്, മിണ്ടാതിരിക്കുക. രണ്ടും ഒരുപോലെയാണ്. അപ്പൊ മൊബൈൽ സൈലന്റ് ആക്കുന്നതിന് സാക്കിത്ത് എന്ന് പറയൂല, സാമിത്ത് എന്നേ പറയും. ആ വാക്കുകളൊക്കെ നമ്മളൊന്ന് കൃത്യമായി ഓർത്തിരുന്നാൽ മതി. അതൊക്കെ നമ്മുടെ എഴുതുണ്ടത്. ഖല്ലി ഇപ്പൊ നമ്മള് ഓഫീസിൽ ഒരാൾ ഭയങ്കര മൊബൈൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഹലോ ഹലോ, ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ ആയോ? അൽഹിം കേഫ്. ഓക്കെ. ഹലോ, ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ മൊബൈൽ സൈലന്റ് ആക്കണ ഖല്ലി ജവാൽ സാമിത്ത് എന്നാണ് പറയുന്നത്.
ഖല്ലി ജവാൽ സാമിത്. നിങ്ങൾ മൊബൈൽ ഓഫാക്കാൻ പറയണം ഒരാളോട്. എങ്ങനെ പറയാ? ആരെങ്കിലും ഒന്ന് മൈക്കോണാക്കി. പഴയ ആൾക്കാരല്ല, പുതിയ ആൾക്കാർ. എന്ന് പറയാൻ പറ്റുമോ? മൊബൈൽ ഓഫാക്കിട്ടോ. ഭയങ്കര ഒച്ചയിൽ മൊബൈൽ വെല്ലടിക്കാൻ. നമ്മളാൾക്കാർ എന്താ പറയാ? സക്കീർ ജവാൽ എന്ന് പറയാം അല്ലേ? സക്കീർ ജവാൽ എന്നതിനേക്കാൾ തഫി ജവാലാന്നല്ല. തഫി നല്ല നല്ല വേർഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. തഫി നമ്മൾ തീ കെടുക്കാൻ പറയുമ്പോ, അതേപോലെ തന്നെ ലൈറ്റ് അണക്കാൻ പറയുമ്പോ നമ്മൾ പറയേണ്ട ഒരു വാക്കാണ് തൊഫി എന്ന് പറയുന്നത്. തൊഫി അതാണ് ഇലക്ട്രോണിക്കിന് യൂസ് ചെയ്യാറുള്ളത്. തൊഫി അല്ലാതെ എന്ത് പറയണ്ട? സക്കർ എന്നല്ല, തൊഫി എന്നാണ് ഏറ്റവും നല്ലത്. തൊഫി ജവാൽ, തൊഫി. ഓരോന്നും നമ്മൾ മാറി ശ്രദ്ധിച്ച് പറയണം. സക്കീർ ജവാലിനെക്കാളും തൊഫി ജവാലാണ് മുംതാസ് എന്ന് പറയാം. ഓക്കെ, ഓരോ വാക്കുകളെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടും. അപ്പോ ഖല്ലി, ഖല്ലി ജവാൽ സാമിത്. സാക്കിത്തല്ല, സാമിത്. ഒരാളോട് നിങ്ങൾ പറയാണ് ഖല്ലീഖ് സാക്കിത്ത്. അതവിടെ സാക്കിത്ത. സാമിത്തും സാക്കിത്തും രണ്ടും മൗനം തന്നെയാണ്, മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അത് രണ്ടും ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ അതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നന്നായില്ലേ? ഖല്ലി, ഖല്ലീഖ്, ഖല്ലീഖ് സാക്കിത്ത് എന്ന് പറയലാ ബെറ്റർ. ഓക്കെ, സാമിത്തും സാക്കിത്തും. ഖല്ലീഖ് സാക്കിത്ത്. ഉസ്കുത്തി എന്ന് പറയേണ്ട, സാക്കിത്ത്. ഓക്കെ, അതാണ് അവരുടെ ശൈലി എന്ന് പറയുന്നത്. ഓക്കെ, ഖല്ലി ജവാൽ സാമിത്ത് എന്ന് പറയാം. ഓക്കെ, അറബികൾ എന്ന് പറയുന്നത് അറബികളുടെ ഒരു ശൈലി. ആ ശൈലിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക, അവരോടൊപ്പം ജീവിക്കുക, അവരെന്താണോ വാക്കുകൾ പറയുന്നത് അത് കൃത്യം. ഇപ്പൊ ഗൂഗിളിന്റെ കാലമാണ്, ഒക്കെ ഗൂഗിൾ ട്രാൻസ്ലേഷനാണ്. ഗൂഗിൾ ട്രാൻസ്ലേഷൻ. ഒരാൾ ഗൂഗിൾ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഗൂഗിൾ ട്രാൻസ്ലേഷനാണ്. എന്തിനാ അതൊക്കെ പഠിക്കണത്? ഗൂഗിൾ ഇല്ല നമ്മളെ കൂടെ, AI ഇല്ല നമ്മളെ കൂടെ. ചൈനയിൽ പോയപ്പോൾ കൂടി ഞാൻ അതാ ഉപയോഗിച്ചത്. ഓക്കെ, അങ്ങനെ ഗൂഗിൾ ഉപയോഗിച്ചു. എന്താണെന്നറിയോ? ഈ എണ്ണ അടിക്കണം എന്ന് പറഞ്ഞു, എല്ലാം കേട്ടിട്ടുണ്ടാവും. ഈ എണ്ണ അടിക്കാൻ പറഞ്ഞു. എണ്ണ അടിക്കൂ എന്ന് പറഞ്ഞു. മസ്രിയാണ്, ഞാൻ മസ്രി കാണിച്ചു. അപ്പൊ മസ്രി അത് ഓണാക്കിയപ്പോ, പക്ഷേ എണ്ണ അടിക്കൂ എന്ന് പറഞ്ഞപ്പോ ഗൂഗിൾ കേട്ടത് എന്നെ അടിക്കൂ എന്നാ ഗൂഗിൾ കേട്ടത്. എന്നെ അടിക്കൂ. ഇതിനർത്ഥം എന്താ? എതിരിബിനി എന്ന് പറഞ്ഞു. എതിരിബിനി എന്ന് ഉടനെ തന്നെ മസ്രി താലക്കൊന്ന് കൊടുത്തു. എന്താ പറ്റിയത്? അപ്പൊ മാറിയിട്ടാണ്. മാറി 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 രണ്ടാമത് പറഞ്ഞു എണ്ണ അടിക്കൂ. അപ്പൊ എതിരിബ് സൈത്ത് എന്നായി. എതിരിബ് സൈത്ത്. ഈ എതിരിബ് തന്നെ അടി 35 സൈസ് അടിയുണ്ട്. ഇവർക്ക് പോയി അടിക്കുക എന്ന് പറഞ്ഞെടുത്ത് അവിടെ അബി എന്നാണ് അവിടെ പറയാം. നിങ്ങൾ ആലോചിക്കേണ്ട, അവസാനം ഗൂഗിളാണ് സ്വിപ്പാക്കിയാൽ എന്താണ്? ഇതേപോലെ നമ്മൾ ഈ പറയുന്ന ഈ അടിക്കുക എന്നതിന് അടിച്ച് എന്ന് പറയാൻ പെയിന്റ് അടിക്കുക, അതും അടിക്കുക തന്നെയാണ്. ഗൂഗിളിന് അറിയാം ഏത് സൈസ് അടിയാണ് അവിടെ പറയണെന്നുള്ളത്. അവിടെയാണ് അതിന്റെ പ്രശ്നമുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളുടെ കൃത്യമായ പ്രയോഗത്തെ മനസ്സിലാക്കാതെ അവരുടെ വാക്കുകൾ അവിടെ അബി എന്നാണ് പറയാം. അബി ബെൻസീൻ എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ പറഞ്ഞ എണ്ണക്ക് സെയ്ത്ത് എന്ന് പറയും. എണ്ണ, ഞാൻ വണ്ടിയിൽ നിന്ന് എണ്ണ അടിച്ചിട്ടില്ല അറിയും. അത് നമ്മുടെ മലബാറിലുള്ള വാക്കാണ്. അതേ സ്ഥാനത്ത് എണ്ണ എന്ന് പറഞ്ഞ സെയ്ത്താണ്. സെയ്ത്ത് വേറെ സാധനമാണ്. ബെൻസീൻ എന്നാ പറയേണ്ടത്. അബി ബെൻസീൻ എന്നാണ്. അബി ബെൻസീൻ എന്ന് പറയും. അബി എന്നാണ്. അബി, അബി, സുബ്ബു, കുബ്ബു, അങ്ങനെ കുറേ വാക്കുണ്ട്. സുബ്ബു എന്ന് പറഞ്ഞാൽ ഒഴിക്കുക, സുബ്ബു എന്ന് ഒഴിക്കുക. സുബ്ബു എന്ന് പറയും. ഇപ്പൊ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കണം, സുബ്ബു, സുബ്ബു എന്ന് പറയും. സുബ്ബു, സുബ്ബു എന്ന് പറയും. അതേ സ്ഥാനത്ത് കുബ്ബു എന്ന് പറഞ്ഞ സാധനം ഒന്നുണ്ട്. ഞാൻ ഒരു കട്ടേ സുബ്ബു ക്ലാസ്സിലാണ് ഇപ്പൊ വിളിക്കുക. കുബ്ബു എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തേക്ക് ഒഴിക്കുന്നതിന് കുബ്ബു എന്നാണ്. പുറത്തേക്ക് ഒഴിക്കുന്നതിന്. ഇപ്പൊ ഞാനിത് അതിൽ കുറച്ച് ചായ ഉണ്ട്, ഇതാണ് പുറത്തേക്ക് ഒഴുകുക. കുബ്ബു ബറ. അത് അറബിയുടെ ഒരു പ്രത്യേകതയാണ് ആ വാക്ക്. കുബ്ബു ബറ, ഇതൊന്ന് പുറത്തേക്ക് ഒഴുക്കൂന്നാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ചായ ഒഴുക്കൂ, സുബ്ബു ഷാഹി. അപ്പൊ സുബ്ബു എന്നാൽ ഇതിലേക്ക് ഒഴിക്കുക, കുബ്ബു എന്നാൽ പുറത്തേക്ക് ഒഴുക്കുക. ഇനി ചിലപ്പോഴൊക്കെ ഇതിനും കുബ്ബു പറയാറുണ്ട്. അബി എന്നാൽ ഇതിൽ ഫില്ല് ചെയ്യുക. അബി ഫില്ല് ചെയ്യുക, നിറക്കുക എന്നർത്ഥത്തിന്. അതിന് മല്ലി എന്നും പറയും, മല്ലി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഒരു ഫോം ഫില്ല് ചെയ്യാൻ വരുമ്പോ അബി ഇസ്തിമാറ ആ വാക്ക ഉപയോഗിക്കുക. ഫില്ല് ചെയ്യാം, അബി ഇസ്തിമാറ.
അബ്ബി ഇസ്തിമാർ. അപ്പൊ അബ്ബി സുബ്ബു, ഈ കുബ്ബു എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഒഴുക്കാണ്. അതിന് ഒരു സാധനം ഒഴിവാക്കാൻ പറയും. അപ്പൊ ഞാൻ ഇവിടെ ഒരു ചങ്ങായി ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്, കുബ്ബു കലാമാത, ആ വർത്താനം കൊണ്ട് ഒഴിവാക്കി. കുബ്ബു അബൂ, ഓന്റെ തന്തനെ ഒഴിവാക്കുന്നതാണ്. അങ്ങനെ കുബ്ബു, കുബ്ബു എന്ന് പറഞ്ഞാൽ അത് പോകട്ടെ എന്നൊരർത്ഥത്തിന് കുബ്ബു ഉപയോഗിക്കും. അപ്പൊ കുബ്ബു, സുബ്ബു, അബ്ബി, മല്ലി, ഈ 4 വാക്കും ഞാൻ എന്താ പറയുക, ഈ ഭാഷ എന്ന് പറഞ്ഞ പദസമ്പത്താണ്. പദങ്ങളെ നമ്മുടെ നാവിൽ അറിയാതെ ഫ്ലോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അതിന്റെ കൂടെ ജീവിക്കണം. യകൂൻ റത്ബൻ ഫീ ലിസാനിക്കും, നാവിൽ ഡ്രൈ ആവാതെ നോക്കണം. സീറോയിലുള്ള ആളുകൾക്ക് വേണ്ടി എളുപ്പത്തിൽ പഠിക്കാൻ നമ്മൾ പല സംവിധാനമുണ്ട്. ഒരു അല്പം മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഭാഷ അത് നിങ്ങളുടെ കൾച്ചറാണ്, ഒരു സംസ്കാരമാണ്, ഒരു സഖാഫയാണ്. അതിനനുസരിച്ചുള്ള വാക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഒന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, അതില് പിന്നെ അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ പറയുമ്പോൾ എനിക്ക് ഉത്തരവാദിത്തമില്ല, അനമാഫി മസ്ഊൽ, ആരാ മസൂൽ, മിൻ മസൂൽ എന്ന്, മസ്ഊലിയ കബീറ, ഉത്തരവാദിത്വം വലുതാണ്. അതിങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് അതൊക്കെ പിന്നീട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കും. അതാണ് ഒരാള് ഗൂഗിൾ ഫിക്സ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം ചർച്ചക്ക് കേൾക്കാൻ 5 മിനിറ്റ് സമയം, മാഫി മുഷ്കില. ലുഗ ഹിയ സഖാഫ, ഭാഷ ഒരു കൾച്ചറാണ്. ഏതൊരു രാജ്യത്തുള്ള ജനങ്ങളും പരസ്പരം ആശയവിനിമയം നടത്തുവാൻ ആണ് ഭാഷയുള്ളത്. കുറെ ഗൂഗിൾ ട്രാൻസ്ലേഷനിലൂടെയോ അതല്ലെങ്കിൽ മാലിഷ്, ഹലോ, അപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. മാലിഷ്, സമീഹുനിയ ഇഖ്വാനി, സമീഹുനിയ ഇഖ്വാനി, അഹ്ല വസഹലം ബിക്കും. നമ്മളൊരു ഭാഷ ഒരു കൾച്ചറാണ്. സമൂഹത്തോടൊപ്പം ജീവിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഈ സുന്ദരമായ ഭാഷ നിങ്ങൾക്ക് വശമാവട്ടെ, നന്നായി പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അഷ്കുറുക്കും വാച്ചമന്നാലക്കും തൗഫീഖ് വന്നജാഹ് ദായിമൻ. എല്ലാ ആളുകളോടും പറയാനുള്ളത്, തുഫി അൻഹാഇൽ ആലം, അൻതും ഫി അൻഹാഇൽ ആലം لغة تتكلمون أنتم ب يعني شوية 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 എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് എന്നാണ് ഇംഗ്ലീഷിലല്ലേ. പതുക്കെ പതുക്കെ കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ചെറിയൊരു സമയം കൊണ്ടൊരു ഭാഷ പഠിക്കാൻ പറ്റും. ഇവിടെ ഞാൻ പിന്നെ ഒരു 3 ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് ഒരു സഹോദരിക്ക് ഭാഷ പഠിപ്പിച്ചൊരു കഥയുണ്ട്. 3 ക്വസ്റ്റ്യൻ വേർഡ്. എന്തായിരുന്നു അറിയങ്ങൾ? ഒന്നും അറിയില്ല. ഷാർജ, നിങ്ങൾക്ക് ദുബായിലെ ഷാർജ പരിചയമുള്ളവരുണ്ടാകും. ഷാർജയിൽ നിന്ന് അവര് ദുബായിലേക്ക് പോവാണ്. ഇംഗ്ലീഷേ അറിയില്ല കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഒറ്റക്ക് പോവാണ്. അവർക്ക് വഴി, അതായത് ജുബൈൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ഇപ്പൊ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് റിയാദോ ഖത്തറോ ഏതോ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. അവിടെ ചെന്നുകൊണ്ട് സെക്യൂരിറ്റിക്കാരനോട് ഒരു 3 ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് നിങ്ങൾക്ക് എന്താക്കുക, ഒരു ഭാഷ സംസാരിക്കാന്ന് പറഞ്ഞു. 3 ക്വസ്റ്റ്യൻ വേർഡ്. ഞാൻ എന്താ പറഞ്ഞു കൊടുത്തത് നിങ്ങള്? ഓക്കെ ഓക്കെ, വെറുതൊക്കെ ചോദിക്കണ്ടേ. 3 ക്വസ്റ്റ്യൻ വേർഡ് എന്തൊക്കെയാണ്? ഒന്ന്, ഇവർ ചോദിച്ചതാണ്. നമ്മൾ പറഞ്ഞു നിങ്ങൾ ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ഒറ്റക്ക് ദുബായിലേക്ക് പോവാണ്, 1 മണിക്കൂർ നേരത്തെ യാത്രയുണ്ട്, എങ്ങനെയാണ്, എപ്പോഴാ ബസ്, ഒന്നും അറിയില്ല, എങ്ങനെ പോകണം, ഒരു കാര്യമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ആദ്യം സെക്യൂരിറ്റിക്കാരന് വൈറ്റ് ഡ്രസ് എടുക്കുന്ന സെക്യൂരിറ്റിക്കാരനെ അറിയാണ്ടാവുമല്ലോ, അവരുടെ അടയാളമൊക്കെ ഉണ്ടാവും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എവിടെ എന്താ ചോദിച്ചത്? പിന്നെ എവിടെയാണ് ദുബായ് ബസ്? കുറേ ബസ്സുകൾ ഉണ്ടാവും. എവിടെയാണ് ദുബായ് ബസ്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, എപ്പോഴാണ് ദുബായ് ബസ്?
മൂന്നാമത്തെ ചോദ്യം, ഇത് ദുബായ് ബസ്സാണോ? ഇത് മൂന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാണ്. ബസ്സിന് അറബിയിൽ ബാസ് എന്ന് പറയും. ബാസ് എന്ന് പറയും. ഓക്കെ, എവിടെ എന്നുള്ളതിന് വെയിൻ എന്ന് പറയും. സംസാരത്തിൽ അത് വേ എന്ന് പറയും. എപ്പോഴാണ് മെച്ച എന്ന് പറയും. മെച്ച. ഈ മൂന്ന് ചോദ്യങ്ങളെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവർ പറഞ്ഞു ഞാൻ അങ്ങനെ അതിന്റെ ഫീഡ്ബാക്ക് കിട്ടാണ് പിന്നീട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് സീറോയിൽ നിന്ന് യാതൊരു ഭാഷയും പഠിക്കാതെ ജീവിതത്തിൽ ആദ്യമായി അറബിക് ക്ലാസ് കേൾക്കാൻ വന്ന സഹോദരന്മാരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഗുഡ് ന്യൂസ് ആണ്. എത്ര സിമ്പിളായ വാക്കുകളിലൂടെയും ഭാഷ പറയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? അവർ പറഞ്ഞു, ആദ്യമായി സെക്യൂരിറ്റിക്കാരനെ കണ്ടപ്പോൾ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അവർ ചോദിച്ചു വെയിൻ ബാസ് ഇലാ ദുബായ്. അത് നമ്മൾ ഫസ്റ്റ് പഠിപ്പിച്ചു കൊടുത്തത്. വെയിൻ ബാസ് ഇലാ ദുബായ്. എന്താ പറഞ്ഞ? ദുബായിലേക്കുള്ള ബസ് എവിടെയാണ്? അപ്പൊ വെയിൻ എന്നുള്ളതും ഇല എന്നുള്ളതും മാത്രമേ അതിലുള്ളൂ കേട്ടോ. വെയിൻ ബാസ് ഇലാ ദുബായ്. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഒന്ന് അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ ഒരു തെക്കേ ഭാഗത്ത് ദുബായ്ക്കുള്ള ബസ്സുകൾ നിർത്തിയിരുന്നതിന് അവരങ്ങോട്ട് പോയി. ആക്ഷൻ മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് അവിടുത്തെ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു, എപ്പോഴാണ് ദുബായ് ബസ്? മെറ്റ ബാസ് ഇലാ ദുബായ്. എന്ത് പറഞ്ഞു? മെറ്റ ബാസ് ഇലാ ദുബായ്. അവിടെ ഇങ്ങനെ എന്ത് ചെയ്തു? അവർ കാത്തു. അവരിങ്ങനെ ആക്കി. എല്ലാ രാജ്യത്തും ഒരേപോലത്തെ ആക്ഷൻസ് ആണ്. അത് വെയിറ്റ് ചെയ്യൂ എന്നർത്ഥം. അവരുടെ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു ബസ് അവിടെ വന്നു. അപ്പൊ ചോദിച്ചു, ഇത് ദുബായ് ബസ്സാണോ? ഹാദാ ബാസ് ഇലാ ദുബായ്. ഹാദാ ഇത് ബസ് ഇലാ ദുബായ്, ദുബായിലേക്കുള്ള ബസ്സാണ്. ആണോ എന്ന് പറയാനും അതന്നെ കേട്ടോ. ഈ അറബിയിൽ ക്വസ്റ്റ്യൻ സ്പെഷ്യലായിട്ട് വേണമെന്നില്ല. ഹാദാ ബാസ് ഇലാ ദുബായ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു നഅം, യെസ്, ഹാദാ ബാസ് ഇലാ ദുബായ്. ഇവര് പറയാണ്, ആ ഒരു 3 ചോദ്യങ്ങളിലൂടെ വളരെ കോൺഫിഡൻസോട് കൂടെ സംസാരിച്ച് 3 വാക്കേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഒറ്റക്ക് ദുബായിൽ പോയി തിരിച്ചു വന്നു. നോക്കിങ്ങള്, ഇത്ര സിമ്പിളാണ് ഭാഷ, ഉപയോഗിക്കാൻ മനസ്സിലായ. ഓക്കെ ആണോ? അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ അത്തരം വാക്കുകളെ പഠിക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ പറഞ്ഞു, എവിടെയാണ് വെയിൻ? വെയിൻ എവിടെയാണ്? എപ്പോഴാണ്? മെച്ച. മെച്ച ബസ് ബാസ് ആണ്. ഇലാറ്റു. ഈ 4 വാക്കുകളിലും അത് നിങ്ങൾ ഞാൻ പ്രയോഗിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അറബിയുടെ പ്രത്യേകത. എന്താ വെച്ചാൽ സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി, ഇംഗ്ലീഷിൽ ദിസ് ഈസ് എ പെൻ, ഇതൊരു പേനയാണ്. ഹിന്ദി ആണെങ്കിൽ ഏക്ക് കലം ഹേ. മലയാളം ആണെങ്കിൽ ഇത് ഒരു പേനയാകുന്നു. അറബി ആണെങ്കിലോ 2 വാക്കുള്ളൂ. ഇവിടെ 4 എണ്ണം. അതാ കലം. ഇത്രയേ ഉള്ളൂ. ആകുന്നു, ആണ് എന്നുള്ള ഈസും ആമും ആറും ഇംഗ്ലീഷിൽ, അറബി വേണ്ട. കാരണം അത്ര സിമ്പിൾ. ആ സാധനം 2 നൗണ് കൂടുമ്പോൾ ആശയമാകുന്ന ലോകത്താകെയുള്ള ഭാഷയാണ് അറബി ഭാഷ. ഓക്കെ, അപ്പൊ എല്ലാവരോടും സഹായക്രിയ പോലും ഇല്ലാതെ ആശയമാകുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ. ഈ സിമ്പിൾ ഭാഷ ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് പഠിക്കാം. അത് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാ ആളുകൾക്കും അഷ്കുറുക്കും വാച്ചമന്നാലക്കും التوفيق والنجاح دائما. تكلموا، ما بحث أي لغة إلا بالممارسة والتحدث. وأشكركم وأتمنى لكم التوفيق والنجاح دائما. شكرا لكم، مع السلامة.